ആത്മീയ വിദ്യാർത്ഥിനികളെ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റജബയുടെ 27 ഈ മിഹറാജ് രജാവുലു അള്ളാഹുടെ പള്ളിയുടെ നവീകൃതമായ പള്ളിയുടെ ഉദ്ഘാടന ഭാഗമായി സംഘടിപ്പിച്ച കനിക്കത്തെ വാഴയുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുടെ സുഖലോക ഭവനമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ യാറകുറുടിക്ക് അള്ളാഹു മാഫ് തരട്ട്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുമാരുടെ ഖബർ അള്ളാഹു സലാമത്തിലാക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, സമയം പരിമിതിയുണ്ട്. കുറേ വർഷത്തേക്ക് മുന്നലും ഏതൊരു സദസ്സിലോ വായത് തുടങ്ങിയോണ്ടിന്നെ 10 ഗಂಟೆ 12 ಗಂಟೆಲ್ಲ കഴിഞ്ഞിട്ട് 1.5 ಗಂಟೆ ഞങ്ങളുടെ ശരിയാക്കുമ്പോൾ 12 ಗಂಟೆ ആകുമ്പോഴത്തേക്ക് ബൈത്ത് കേൾക്കുക തുടങ്ങിയെങ്കിൽ വായത് ഇപ്പം തുടങ്ങേണ്ട അതിലർത്ഥം എങ്കിൽ ഇണ്ട്. അൽഹംദുലില്ലാ, കാലം മുന്നിൽ പോയതുപോലെ ബദലാവണ വന്ന ഒരുപാട് കാര്യത്തിൽ നല്ല ബദലാവണയുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇൽമുടെ സദസ്സായത്ര വേഗം സംഘടിപ്പിച്ചിട്ട് വേഗ പിരിഞ്ഞു പോകേണ്ടൊക്കെ എനിക്കെത്തെ ഒരു ആശയം. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. ഏതായാലും 1 ഗಂಟೆയുടെ സമയം വേസ്റ്റ് ആവാണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യകത ഉള്ള കനിക്കത്തെ ഇന്ന് മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള കനിക്കത്തെ ചില ദുരന്തത്തിന് കാരണമാവിടെ കനിക്കത്തെ ചില സന്നിവേശത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് തുറന്നിട്ട് പിരിഞ്ഞു പോവാം. പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമുടെ ആശയത്തെ അറിഞ്ഞ കനിക്കത്തെ ഏതൊരാളും ഇസ്ലാമുടെ ശത്രുങ്ങ പോലും ഇസ്ലാമുടെ ഒട്ടിക ആകർഷണക്കുള്ള കൈടാറ്. ഈ മിഹറാജിലെ ജാബ് ഇണ്ടത്തെ ഈ ജാബുടെ പ്രത്യേകത അൽഹംദുലില്ലാ, ഇന്നലത്തെ ബഹുമാനപ്പെട്ട അഷ്റഫ് റഹ്മാനി ചൗക്കി ഉസ്താദ് നാനുള്ള മഹലിയുടെ തൊട്ടപ്പുറത്തുള്ള മഹലിൽ ഖതീബായിട്ട് സേവനം ചെയ്ത എനിക്കത് പ്രഗത്ഭനായ ഒരു വാഗ്മിയാണ് അഷ്റഫ് റഹ്മാനി ചൗക്കി. മിഹറാജിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ കൂടെ വിശദീകരിച്ചിട്ടുള്ള വിഷയം എൻ്റെ ചങ്ങായിമാരായ ഖതീബ് ഉസ്താദ് സദർ ഉസ്താദ്മാരിലൂടെ നമുക്ക് അറിയണു സാധ്യത്ത്. ഏതായാലും ഈ മിഹറാജ് രജാബ് ഇസ്രാ മിഹറാജ് അള്ളാഹുടെ റസൂലിനെ ഏലാകാശത്തെ അപ്പുറത്തുള്ള അള്ളാഹുടെ സന്നിധി അള്ളാഹു കൊണ്ടുപോയ കനിക്കത്തെ ഒരു ജാവു ഈ ജാവിടെയാണ് അള്ളാഹു തിരഞ്ഞെടുത്തത്. മോണിറ്റർ വർക്കാന്തിച്ച് ഈ ജാവിടെയാണ് അള്ളാഹു തിരഞ്ഞെടുത്തത്. ഈ മിഹ്റാജ് ഇസ്രാ മിഹ്റാജ് നടന്ന കനിക്കത്തെ സന്ദർഭ അള്ളാഹുടെ റസൂലിൻ്റെ ജീവനത്തിൽ വലിയ പ്രയാസവും അള്ളാഹുടെ റസൂലുകു താങ്ങുണുകാവാത്ത കനിക്കത്തെ നൊമ്പലവും അള്ളാഹുടെ റസൂലുകു താങ്ങുണുകാവാത്ത കനിക്കത്തെ കഷ്ടനഷ്ടത്തിന് സാക്ഷിയായ കനിക്കത്തെ സന്ദർഭത്തിലാണ് ഇസ്രാഹു മിഹ്റാജ് നടന്നത്. എത്രത്തോളം ചൊന്നെങ്കിൽ അള്ളാഹുടെ റസൂലിൻ്റെ ജീവനത്തിൽ ഒരുപാട് ദുഃഖനിബിധങ്ങൾ അനുഭവിച്ചിര്, ഒരുപാട് കഷ്ടം അനുഭവിച്ചിര്, ഒരുപാട് നഷ്ടത്തെ അനുഭവിക്കേണ്ടി വന്നത്, ഒരുപാട് ത്യാഗത്തെ അള്ളാഹുടെ റസൂൽ സഹിക്കാനായി വന്നത്. റൈറ്റ് സൈഡ് മോണിറ്റർ വർക്കാവുന്നിച്ച്. അപ്പം നബി ഏതൊരു മനുഷ്യൻ്റെ ജീവനത്തിലും സുഖം മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവനത്തിൽ കൊസി മാത്രമല്ല, സന്തോളം മാത്രമല്ല, ചില സമയത്തിൽ ദുഃഖത്തുകും കഷ്ടത്തുകും നഷ്ടത്തുകും ത്യാഗത്തെ സഹിക്കണായിട്ടല്ല ബണ്ടതൊരു മനുഷ്യ ജീവിതത്തിൽ സഹജമാണ്. അതെല്ലാം അള്ളാഹുടെ പരീക്ഷണവും അള്ളാഹുടെ ഖദാഉം അള്ളാഹുടെ തീരുമാന പ്രകാരമേ ആയിട്ടിക്കട്. എങ്കിൽ അള്ളാഹുടെ റസൂൽ സാധാരണ മനുഷ്യന്മാരെ കണിക്കെന്തും അല്ല നബിതങ്ങൾ അസാധാരണമാരിൽപ്പെട്ട അസാധാരണമായ മനുഷ്യനാണ്. അള്ളാഹുടെ നബിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറായ നബിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുടെ ധാരാളം പരീക്ഷണങ്ങൾ വന്നത്. അള്ളാഹുടെ റസൂലിൻ്റെ ജീവനത്തിൽ ഒരുപാട് കഷ്ടവും നഷ്ടവും. നോക്കൊരു ചെറിയ ഒരു ഉദാഹരണം, മക്കത്തെ മദീനത്തേക്ക് ഹിജ്റ പോണായിട്ട് വന്നത് അള്ളാഹുടെ റസൂൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ പെത്തിട്ട് അള്ളാഹുടെ റസൂൽ 53 വർഷം വരേക്കും ജീവിച്ച കനിക്കത്തെ മക്ക. ആ മക്കത്തെ വിട്ടിട്ട് മദീനത്തേക്ക് അള്ളാഹുടെ റസൂൽ ഹിജ്റ പോണായിട്ട് ബറകുള്ള കാരണം ഒരു നിലക്കും മക്കത്തിൽ ജീവിക്കണു അസാധ്യം. അവിടെ കനിക്കത്തെ വാതാവരണ നിർമ്മാണമായതാണ്. സൗണ്ട് കുറഞ്ഞു.
ഒരു നിലക്കും മക്കത്തിൽ ജീവിക്കണോ സാധ്യമേ അല്ല. അവസാനം മക്കത്തെ മുശ്രിക്കീങ്ങൾ അള്ളാന്റെ റസൂലിനെ കൊല്ലുക ഭർത്തായാർ. എന്തെല്ലാം ബേജാറ് അനുഭവിച്ചിട്ടും ഏതെല്ലാം കഷ്ടത്തെ അനുഭവിച്ചിട്ടും തിന്നുണുകും കുടിക്കുണുകും ഇല്ലാണ്ട് ജീവത്തെ നിലനിർത്തുണുകു പച്ച ഇല തിണ്ടിട്ട് പോലും അള്ളാന്റെ റസൂൽ സ്വഹാബത്ത് ജീവനാക്കിരാറോ ചൊന്നെങ്കിൽ ആട് പൈ തിന്നരുത് പോലെ പച്ച ഇല തിണ്ടിട്ട് പോലും അള്ളാന്റെ റസൂലും സ്വഹാബത്ത് ജീവനാക്കണായി വന്ന് അവർ കഷ്ടത്തെ ഞങ്ങൾക്ക് ഊഹിക്കണുകാവില്ല. ഞങ്ങൾ ഇണ്ട് ഫലസ്തീൻ്റെ ഗാസത്തെമാ പ്രപഞ്ചത്തെ ഏതെങ്കിലും ഒരു മൂലലുള്ളേ ഏതെങ്കിലും ദൗർജന്യത്തുകും അന്യായത്തുകും ഒളകായ കനിക്കത്തെ ആളുമാറ് തിന്നുണുകും കുടിക്കുണുകും ഇല്ലാണ്ട് കൊളക്കു തണ്ണീരെ എവിടെങ്കിലും മാർഗത്തിറകൽ മഴ വന്നിട്ട് നിന്റെ കണിക്കത്തെ തന്നിയ വേറെന്തെങ്കിലും തന്നിയ അങ്ങനെ ജീവത്തെ ഒളിക്കൊണുക വേണ്ടി കുടിക്കര കണിക്കത്തെ സന്നിവേശത്തെ കാണുമ്പത്തുകു പലപ്പോഴും ഞങ്ങളുടെ മനസ്സുകു നൊമ്പലാവോട് ബേജാറാവോട്. തിന്നുണുക ആഹാരം ഇല്ലാണ്ട് മെലിഞ്ഞിട്ട് ഉമ്മയുടെ സ്ഥാനത്തിൽ പാല് പോലും ഇല്ലാണ്ട് ഉമ്മയുടെ സ്ഥാനത്തെ പാലുക വേണ്ടിയിട്ട് ബുൾപുടണുക പോലും സ്വന്തം ശരീരത്തിന് ശക്തിയില്ലാത്ത കനിക്കത്തെ പിഞ്ചോമന മക്കളെ കാണുമ്പോത്തുകു അള്ളാഹു ഞങ്ങൾക്ക് ചെയ്തു തന്ന കനിക്കത്തെ നിഅമത്തിനെ ഞങ്ങൾ മറന്നിട്ട് ജീവിക്കര എങ്കിൽ ആ ആളുമാർക്കുള്ള മുസീബത്തൊന്നുമല്ല, ആ ആളുമാർക്ക് പറഞ്ഞ കഷ്ടമൊന്നുമല്ല. അള്ളാന്റെ റസൂലിന്റെ കഷ്ടത്തെ നഷ്ടത്തെ എതിരുക അള്ളാന്റെ റസൂലും സ്വഹാബത്ത് യലതിൻ്റെ ജീവന നടത്തിയാറുണ്ട്. ഏതായാലും അള്ളാന്റെ റസൂൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത ആൾമാരും ഇന്നാർ. നബി തങ്ങളെ ബച്ചവാക്കിയ കനിക്കത്തെ ആൾമാർ, അള്ളാന്റെ റസൂലുക്ക് കാവല് നിന്റെ ആൾമാർ. ഏതായാലും അള്ളാന്റെ റസൂലിന്റെ ജീവനത്തിൽ വലിയ കാവല് നിന്റെ കനിക്കത്തെ ഒരാളാണ് നബി തങ്ങളെ കുഞ്ഞബ ബാപ്പടയലൗൺ അബൂ ത്വാലിബ്. അള്ളാന്റെ റസൂൽ ഉമ്മ ആമിന ബീവി കർപ്പുഞ്ചായപ്പമേ നബി തങ്ങളുടെ കർപ്പുഞ്ചായപ്പമേ നബി തങ്ങളുടെ ബാപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വഫാത്തായി പോയിട്ട് പെത്തിട്ട് 6ാമത്തെ വർഷത്തിൽ ഉമ്മയും ആമിന ബീവി റളിയല്ലാഹു അൻഹായും വഫാത്തായി പോയിട്ട് 6 വർഷത്തെ ഒരു കിടാവ് ബാപ്പയും ഉമ്മയില്ലാത്ത കനിക്കത്തെ ഒരു രംഗ ഒരു അവസ്ഥയെ നിങ്ങൾ ഓർത്തു നോക്കോറുള്ള പെണ്ണുങ്ങളെ. ഞങ്ങൾക്ക് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബൈക്കഞ്ചിട്ട് ആ കിടാവൊന്ന് മദ്രസത്തേക്ക് പോകണമെങ്കിൽ ഉമ്മയുടെ പിരുസവും ഉമ്മയുടെ കഷ്ടവും ഉമ്മയുടെ ത്യാഗവും ആ കിടാവുക അനിവാര്യമാണ്. പ്രപഞ്ചത്തിൽ ഏതൊരു പെണ്ണുകും സ്വന്തം ഉമ്മയുടെ പിരുസത്തെ ഒരു കിടാവ് കൊടുക്കണു സാധ്യയില്ല. മലയാളത്തിലൊരു പാട്ടിൽ ചൊന്നതുപോലെ 1000 പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മയായിടുമോണ്ട്. 1000 ബലത്തിലെ കനിക്കത്തെ ഉമ്മമാർ വന്നെങ്കിലും പെറ്റ കനിക്കത്തെ സ്വന്തം ഉമ്മയുടെ സ്ഥാനത്തിൽ നിൽക്കണത് സാധ്യമാണ്. എങ്കിൽ അള്ളാഹുന്റെ റസൂൽ 6ാമത്തെ വയസ്സിലെ ഉമ്മയും ബാപ്പയും രണ്ടും നഷ്ടപ്പെട്ടു പോയിട്ട് 6 വർഷത്തെ കിടാവിടെ ഏറ്റെടുത്തത് സുബ്ഹാനല്ലാഹ് ബാപ്പയുടെ ബാപ്പ ആജ്ജ അബ്ദുൽ മുത്തലിബ്. 2 വർഷം കഴിയുമ്പോൾ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു പോയിട്ട് 8 വർഷത്തെ കിടാവ് അള്ളാഹുന്റെ റസൂൽ സ്വഹാബത്തിനൊട്ടിಗೆ പലപ്പോഴും ചൊല്ലു, സ്വഹാബ നന്റെ ഉമ്മയുടെ ನಂತರ നന്റെ ഉമ്മ ആമിന ബീവിയുടെ ನಂತರ നക്ക് ഉമ്മയുടെ പിരിസ തന്നെ പെണ്ണാറുകൊണ്ടുണ്ട ഒരു ഉമ്മയുടെ പിരിസ തന്നെ 2ാമത്തെ നന്റെ ഉമ്മയാറുകൊണ്ടുണ്ട ഫാത്തിമ ബിൻത് അസ്വദ് റളിയല്ലാഹു അൻഹ അബൂ ത്വാലിബിന്റെ പെഞ്ഞായി കുഞ്ഞബടെ പെഞ്ഞായി. സ്വന്തം ഉമ്മയുടെ പോലെ അള്ളാഹുന്റെ റസൂൽ ചൊല്ലി ഒരു ഉമ്മയുടെ കുറത്ത് എനക്ക് വന്നില്ല. സ്വന്തം ഉമ്മ പിരിസാക്കുന്നത് പോലെ സ്വന്തം ഉമ്മ നക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നത് പോലെ സ്വന്തം ഉമ്മയുടെ സഹനയും താഴ്മയിലും സ്വന്തം ഉമ്മയുടെ വിനയത്തിലും നിന്റെ ബലത്തെ കനിക്കത്തെ നിന്റെ 2ാമത്തെ ഉമ്മ നിന്റെ ജീവിതത്തിൽ ഫാത്തിമ ബിൻത് അസ്വദ് റളിയല്ലാഹു അൻഹ. ആ ഉമ്മയുടെ പിരിസ എങ്ങനെ എന്ത് ചൊന്നെങ്കിൽ ആ ഉമ്മ വഫാത്തായ സന്ദർഭത്തിൽ അള്ളാഹുന്റെ റസൂൽ ആ ഉമ്മയുടെ ബെയ്ക്കടെ കനിക്കത്തെ മയ്യത്ത് ബെയ്ക്കടെ കനിക്കത്തെ ഖബറിന്റെ ഉൽഗ ഇരിഞ്ഞിട്ട് അള്ളാഹുന്റെ റസൂല് ഒരു മയ്യത്തിനെ ബെയ്ക്കിടത് പോലെ ബലത്തെ ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നിട്ട് ആ ഉമ്മക്ക് വേണ്ടിയിട്ട് അള്ളാഹുന്റെ റസൂൽ ഇത് പറഞ്ഞത്. ഖബറെടുത്തിട്ട് ഞങ്ങളെ സ്വന്തം ഉമ്മ മറിച്ചെങ്കിൽ ആ ഉമ്മയുടെ കിടപ്പാട്ട കനിക്കത്തെ ഖബറുക ഇരിഞ്ഞിട്ട് ഉമ്മയുടെ മയ്യത്തിനെടുത്തിട്ടൊന്ന് താങ്ങിട്ട് ബെയ്ക്കൊണുക പോലും ഇണ്ട് നണ്ട് പോലെയുള്ള കനിക്കത്തെ ബാളകാരന്മാർക്ക് സാധ്യയില്ല. സ്വന്തം ബാപ്പയുടെ മയ്യത്ത്, ആ ബാപ്പയുടെ മയ്യത്തിലെ ഖബറുക അവസാനം ഇലിപ്പാട്ടം പൊത്തുകു ആ ഖബറിന്റെ ഉൽഗത്തുക ഇരിഞ്ഞിട്ട് ആ ബാപ്പയുടെ മയ്യത്തിലൊന്ന് താങ്ങിട്ട് എടുത്തിട്ട് ചർച്ചിട്ട് ബലത്തെ സൈഡുക കിടപ്പാട്ടുക പോലും തെരിയുടെ കനിക്കത്തെ മക്ക ഇന്റെ സമാജത്തിൽ ഇല്ല ചൊന്നെങ്കിൽ അതൊന്നും തപ്പാവാല. സൗണ്ട് കടിമണ്ട് എങ്കിൽ അള്ളാഹുന്റെ റസൂൽ ഉമ്മയുടെ പിരിസ കൊടുത്ത കനിക്കത്തെ പെണ്ണ് 2ാമത്തെ ഉമ്മ ഫാത്തിമ ബിൻത് അസ്വദ് റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ ഉൽഗത്ത് കിഴിഞ്ഞിട്ട് ആ ഖബറിലൊരു മയ്യത്ത് കിടക്കരുത് പോലെ അള്ളാഹുന്റെ റസൂൽ കിടന്നിട്ട് ദൂരക്കെട് പടച്ചവനെ നിന്റെ ഉമ്മയുടെ ನಂತರ
ನನ್ನ ಸ್ವಂತವು ಆಮಿನಾ ಬೀವಿರ ನಂತರ ಉಮ್ಮಡ ಪಿರ್ಸದಂದೆ ಕನಿಕತೆ ಉಮ್ಮയാണ് ಪಡಚೋಣ ಈ ഖബറിൽ കിടക്കണോകവണ്ടേ ഈ ഖബർ നീ വിശാലമാക്കണുണ്ട്. അപ്പൊ ആ ഉമ്മയുടെ മാപ്പിളയാണ് അബൂ ത്വാലിബ്. അള്ളാന്റെ റസൂലിന്റെ സംരക്ഷണത്തെ ഏറ്റെടുക്കരുത്. നബി തങ്ങളുടെ 8ാമത്തെ വർഷത്തിൽ അള്ളാന്റെ റസൂൽ 8 വർഷത്തെ കിടാവായപ്പ അജ്ജ മരിച്ചപ്പ ആ കിടാവിടെ ഏറ്റെടുക്കട്ടെ അബൂ ത്വാലിബാണ്. ആ അബൂ ത്വാലിബ് അള്ളാന്റെ റസൂൽ നബിയാവിടത് വരേക്കും അള്ളാന്റെ റസൂലിന്റെ കൂടെ നിന്നെത്തും. അള്ളാന്റെ റസൂല് നബിയായപ്പ മക്കത്തെ ആളുമാർ അള്ളാന്റെ റസൂലുക അന്യായാക്കോ തുടങ്ങിയാറ്, ദൗർജന്യത്തുകൊളകാക്കിയാറ്. അള്ളാന്റെ റസൂലിനെ ഏതെല്ലാ നിലക്ക് ആക്രമിക്കണുക അവിടെ എല്ലാ നിലക്കും ബുദ്ധിമുട്ടാക്കിയാറ്. ആ സന്ദർഭത്തിലെല്ലാം അള്ളാന്റെ റസൂലുക ഒരു കാവലുകാരുടെ പോലെ നബി തങ്ങൾക്ക് നെനലായിട്ട് നിന്നിട്ട് അള്ളാന്റെ റസൂലുക സംരക്ഷണം കൊടുത്തൊരു അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബ് മുസ്ലിമായില്ല, ഷഹാദത്ത് കലിമ ചൊന്നില്ല. അത് കതിരതയായ പ്രത്യേകമായ കാരണമുണ്ട്. ഏതായാലും ആ അബൂ ത്വാലിബ് മരണപ്പെട്ടു പോയ സന്ദർഭത്തിൽ അള്ളാഹുന്റെ റസൂലുക അത് താങ്ങുകയില്ല. അള്ളാഹുന്റെ റസൂൽ മക്കത്തെ ആളുമാറാക്കടെ കനിക്കത്തെ അന്യായത്തെ സഹിക്കണുകാവാണ്ട് ഉമ്മയുടെ റായയായ കനിക്കത്തെ ത്വായിഫ് അള്ളാഹുന്റെ റസൂൽ പോയിട്ട് ത്വായിഫിയുടെ ആളുമാർ നിന്റെ ഉമ്മയുടെ കുടുംബക്കാർ, ആ നിന്റെ ഉമ്മയുടെ കുടുംബക്കാർ നിന്റെ കൈബുടാലെ അങ്ങ് നിന്റെ രക്ഷപ്പെടുത്തുവാറ്, നക്ക് നിന്റെ സഹക്കാരാക്കുവാറ്, നക്ക് സഹായിക്കുവാറ് ചൊന്നിട്ടു. ആഗ്രഹത്തിൽ ത്വായിഫുക പോയിട്ടാകുമ്പോൾ അവിടെ ആൾമാർ കല്ലെറിഞ്ഞിട്ടാണ് അള്ളാഹുന്റെ റസൂല് സ്വീകാരാക്കി. അള്ളാഹുന്റെ റസൂൽ അങ്ങ് സ്വീകാരാക്കി കല്ലെറിഞ്ഞിട്ടാണ്. നബി തങ്ങൾക്ക് കല്ലെറിഞ്ഞിട്ട് അള്ളാഹുന്റെ റസൂലുക കല്ലെറിഞ്ഞിട്ട് നബി തങ്ങളുടെ മുഖത്തിൽ പോലും ചോര പൊളുകിടക്കു കാരണക്കാരായത് ത്വായിഫയുടെ ആളുമാർ. ഏതൊരാളുമാർ നക്ക് സഹകാര തരുവാറ്, നന്റെ സംരക്ഷിക്കുവാറ്, നക്ക് ഉപകാരാക്കുവാറ്, നന്റെ കൈബുടാല ചൊന്നിട്ട് അള്ളാഹുന്റെ റസൂല് പോയിത്ത ആ ആളുമാർ അള്ളാഹുന്റെ റസൂലുക കല്ലെറിഞ്ഞിട്ട് ചോര പരപ്പാട്ടുമ്പത്തു അള്ളാഹുന്റെ റസൂലെ മനസ്സുകായ കനിക്കത്തെ ദുഃഖ, അള്ളാഹുന്റെ റസൂലെ മനസ്സുകത് താങ്ങുണുകാവാത്ത കനിക്കത്തെ ബേജാറ്. എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെഞ്ഞായി ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് അള്ളാഹുന്റെ റസൂൽ 50ാമത്തെ വർഷത്തിൽ നബി തങ്ങൾക്ക് 50 വർഷമായപ്പോൾ ഖദീജ ബീബി വഫാത്തായി പോയി. ആ ദുഃഖത്തെയും അള്ളാഹുന്റെ റസൂലുക തടയുകയില്ല. ഈ എല്ലാ ദുഃഖത്തെ മേലുകൊള്ള ദുഃഖ, ബേജാറിന്റെ മേലുകൊള്ള ബേജാറ്, നൊമ്പലത്തെ മേലുകൊള്ള നൊമ്പല, ഇതെല്ലാം സഹിക്കണുകാവാണ്ട് അള്ളാഹുന്റെ റസൂൽ ജീവനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മക്കത്തിൽ സ്വഹാബത്താണെങ്കിൽ മക്കത്തെ മുശ്രിക്കീങ്ങളാക്കിയ കനിക്കത്തെ അന്യായത്തുകും അങ്ങനെ ബഹിഷ്കാരത്തുകൊളകായ സ്വഹാബത്ത് അടുത്ത ദരിദ്രന്മാരായി ഫക്കീരന്മാരായി പോയാർ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുന്റെ റസൂൽ മക്കത്തെ മദീനത്തേക്ക് ഹിജ്റ പോണ്ടേക്ക് ഒരു വർഷമൊന്നുള്ളൂ ഇതുപോലത്തെ മിഹറാജിലെ ഒരു ജാബുലു ഏത് ആകാശത്തെ അപ്പുറത്തുള്ള അള്ളാഹുടെ സന്നിധിക്ക് ഹദറത്തേക്ക് അള്ളാഹു ജിബ്രീലിന്റെ മുഖാന്തരം കൊണ്ടുപോയത്. ആ ജാവാനി മിഹറാജിലെ ജാബ്. ഏതായാലും ആ ജാബ് കഴിഞ്ഞു വന്ന അള്ളാഹുടെ റസൂൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം സ്വീകരിച്ച് ജീവിക്കുന്ന കനിക്കത്തെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഒട്ടിಗೆ ആ ജാവുടെ വിശേഷത്തര ಬಗ್ಗೆ അള്ളാഹുടെ റസൂൽ വിശദീകരിക്കട്. നിന്റെ വിഷയിൻ്റെ അതല്ല. അള്ളാഹുന്റെ റസൂൽ ആ ആഖിറത്തിൽ ദുനിയാവിടെ കാന ഖൈറായ, ആഖിറത്തിൽ ദുനിയാവിടെ കാന ഖൈറായ ആഖിറത്തിലുള്ള നിഅമത്തിനെ ಬಗ್ಗೆ, ദുനിയാവിടെ കാന ഈ ദുനിയാവിടെ കഷ്ടത്തുകും നഷ്ടത്തുകും ത്യാഗത്തുകും അത് സഹിച്ചിട്ട് സ്വബറാക്കി ജീവിക്കുന്ന കനിക്കത്തെ ഒരു മുഅ്മിനായ മനുഷ്യനുക്ക് അള്ളാഹുടെ ഭാഗത്തിൽ ഉണ്ടാവിടെ കനിക്കത്തെ നിഅമത്തിനെ ആ വിശേഷമായ സ്വർഗത്തെ അള്ളാഹുന്റെ റസൂൽ സ്വഹാബത്തുക്ക് പഠിപ്പാട്ടി കൊടുത്തു. അതുപോലെ അള്ളാഹുടെ അദാബ് ദുനിയാവുൽ അഹങ്കാരിയായിട്ട് തമ്മാടിയായിട്ട് ബെടക്കായിട്ട് നല്ലാവണുകൊള്ള അവസരം കിട്ടിയിട്ടും നല്ലാവാണ്ട് അള്ളാഹുന്റെ റസൂൽ കാട്ടി തന്നെ കനിക്കത്തെ മാർഗത്തെ സ്വീകാരാക്കണുകൊള്ള മടി കൊണ്ടിട്ടു ഈ ദുനിയാവിൽ ബെടക്കത്തരത്തിൽ ജീവനം നടത്തിയിട്ട് ഈമാന് നഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോയ കനിക്കത്തെ ഒരു മനുഷ്യന് അള്ളാഹുടെ ഭാഗത്തിലുള്ള അദാബിനെ സംബന്ധിച്ചിട്ടും അള്ളാഹുന്റെ റസൂൽ വിശദീകരിച്ചു കൊടുത്തു. ആ അദാബിന്റെ കാഠിന്യം എത്ര ഇന്തു ചൊന്നെങ്കിൽ, ആ അദാബിന്റെ കഠോരത്തെ എത്ര ഇന്തു ചൊന്നെങ്കിൽ, ആ അദാബിന്റെ കണ്ടിട്ട് വന്ന കനിക്കത്തെ അള്ളാഹുന്റെ റസൂൽ പരിശുദ്ധ ഖുർആന്റെ ഏത് ജാഗിലും അള്ളാഹുടെ അദാബിനെ സംബന്ധിച്ച് ഓതുമ്പോഴത്തേക്കു സുബ്ഹാനല്ലാഹ്, അള്ളാഹുടെ റസൂല് പരിശുദ്ധ ഖുർആന്റെ ഏത് ജാഗിലും അള്ളാഹുടെ അദാബിനെ സംബന്ധിച്ചിട്ടുള്ള ആയത്ത് ഓതുമ്പോൾ ആ ജാഗിൽ അള്ളാഹുടെ റസൂല് ഖുർആന്റെ നിപ്പാട്ടിട്ട് റബ്ബി അഇദ്നി മിൻ അദാബിക, നിന്റെ അദാബിൽ നിന്നാണ് കാവല് തേട അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുടെ അദാബിനെ നേരിട്ട് കണ്ട് അള്ളാഹുടെ റസൂൽ ഈ മിഹ്റാജിലെ ജാബുലു അള്ളാഹുടെ അദാബിടെയും നരകത്തെ നേരിട്ട് കണ്ട് അള്ളാഹുടെ റസൂൽ അദാബിൽ നിന്ന് വല്ലാണ്ട് പേടിച്ച്
ജീവന നടത്തര്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു സ്വഹാബ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങളിൽ ഓരോ ആളുമാര് അല്ലാഹുവിന്റെ പേടിക്കരവണോ, നാളെ മരിക്കണു കൊണ്ടോ ചൊല്ല ബിയാറത്തിൽ ജീവന നടത്തരവണോ. ഇതുപോലത്തെ പള്ളിയുടെ പരിസരത്തൊക്കെ കഫന ചെയ്യപ്പെട്ട നിലയിൽ നിന്റെ കട്ടിയിൽ വെച്ച് കൊടവരണു കൊണ്ടോ ചൊല്ല പേടി ഉള്ളവടൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവനത്തില്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവനത്തിൽ ഉത്തമമായ നിങ്ങൾക്ക് നിർദ്ദേശനമുണ്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവനത്തിൽ ഉത്തമമായ സന്ദേശ മാർഗദർശനം നിങ്ങൾ കൊണ്ടു. അല്ലാഹുവിന്റെ റസൂല് എങ്ങനെ ജീവന നടത്തറ, അല്ലാഹുവിന്റെ റസൂല് എങ്ങനെ കാട്ടിതണ്ട, അതുപോലെ ജീവിക്കണ ബാധ്യതയുള്ള ഒരു മുസ്ലിമായ മനുഷ്യന്. സുബ്ഹാനല്ലാഹ്, ഈ പള്ളിയുടെ പുതിയ പള്ളിയുടെ ഉദ്ഘാടനക്ക് വേണ്ടിയിട്ടല്ലേ വാദ സംഘടിപ്പിച്ചത്. ഇതുപോലത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂല് നിസ്കരിക്കണുള്ള അവസരം എന്താ? ഈ ബജാറിലെ പടുപ്പുടെ പള്ളിയിൽ നിസ്കരിക്കുമ്പോ തുകൂ ഏത് ഭാഗത്തുകാണ് ഖിബലക്ക് തിരിഞ്ഞിട്ടാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്? പരിശുദ്ധമായ കഅബാലയത്തുകാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ കാണുക പോയ എത്ര ആളുമാർ ഈ സദസ്സിലുണ്ട്? ഈ വേദിലും സദസ്സിലും ഹജ്ജ് ചെയ്യുന്ന എത്ര ഹാജിമാരുണ്ട്? ഉംറക്ക് പോയ എത്ര ആളുമാരുണ്ട്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ തവാഫ് ചെയ്യുന്ന എത്ര ആളുമാരുണ്ട്? കൂലി സ്വറാക്കിട്ട് പോലും പൈസാക്കി വെച്ചിട്ട് ഹജ്ജ് പോയ ആളുമാരുണ്ട്. ഓരോ നാളും വിയർപ്പിത്ത് പാട്ടിട്ട്, ചോരയുടെ വിയർപ്പാക്കിയിട്ട് ഒഴുകുപാട്ടിട്ട് അതിലൂടെ കിട്ടിയ സമ്പാദനയുടെ സ്വരൂപിച്ചിട്ട് കൂട്ടി വെച്ചിട്ട് പരിശുദ്ധമായ കഅബത്തെ നോക്കണു പോയ ആളുമാരുണ്ട്. ആ കഅബത്തെ തവാഫ് ചെയ്യണു ആഗ്രഹിച്ച ആളുണ്ട്. എങ്കിൽ പരിശുദ്ധമായ കഅബാലയ, ആ പരിശുദ്ധമായ കഅബാലയത്തില്, ആ കഅബാലയത്തെ മുട്ട വന്ന് സുജൂദ് ചെയ്യുന്നതിന്റെ പേരില് അല്ലാഹുവിന്റെ റസൂലിനെ മുശ്രിക്കീങ്ങൾ ആക്രമിച്ചില്ല മുസ്ലിമേ. ആ വിശുദ്ധമായ കഅബാലയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇതുപോലത്തെ സ്വാതന്ത്ര്യം കിട്ടിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ കഅബത്തെ മുട്ട വന്ന് സുജൂദ് ചെയ്യുന്നതിന്റെ പേരില് നബി തങ്ങൾ സുജൂദ് പോയിട്ട് മുണ്ടത്തെ കഅബാലയത്തെ പരിസരത്തിൽ നിലത്തേക്ക് വെച്ചപ്പോ അതാ ചീഞ്ഞിട്ട് നാരുടെ വണ്ടയുടെ ബോട്ടിന്റെ ഗുണം വന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പെരടിയുടെ മേല് വെച്ചിട്ട് നബി തങ്ങൾക്ക് ദമ്മു കെട്ടിട്ട് സുജൂദിലെ തലവയത്തുനുകാവാത്ത പരിസ്ഥിതി നിർമ്മാണാക്കില്ലേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ട് പോലും അവിടെ ഉള്ള എല്ലാ ബേജാര സഹിച്ചത് ഈ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് ആദർശത്തെ ഞങ്ങൾക്ക് കാട്ടിതന്ത മുസ്ലിമേ? ഇസ്ലാമുടെ ഏത് നിലപാട് സ്വീകരിച്ചിട്ട് ജീവിക്കണുകൊള്ളേ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നേടി തന്നെ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും. ഇതൊക്കെ വേണ്ടി എത്ര കഷ്ടവും നഷ്ടവും ത്യാഗവും സഹിച്ചതാവ് പെണ്ണ്. ഔറത്ത് മറന്നിട്ട് നടക്കണു ചൊല്ലുമ്പൊത്തുകൂ, ഔറത്ത് മറന്നിട്ട് നടക്കണു വേണ്ടി പരിശുദ്ധ ഇസ്ലാം ചൊല്ലുമ്പൊത്തുകൂ. അതിനെ ഒരു തെല്ലുപോലും ഗൗണിക്കാണ്ട് ബലവയ്ക്കാണ്ട് ആരെ എതിരുളും ഔറത്ത് തുറന്നിട്ട് നടക്കണുള്ള ഒരു ചങ്കയും നാണക്കേടുമില്ലാണ്ട് നടക്കട് എത്ര ഈമാറുള്ള മുസ്ലിം പെണ്ണുമക്കളുണ്ട്. ഇണ്ടൊരു മുസ്ലിമായ മനുഷ്യന് അവന്റെ യാറ ജീവിതത്തിൽ അവന് തപ്പി പോണുള്ള സാധ്യത ഉള്ളത്. വയസ്സായപ്പ അല്ല മുസ്ലിം ഏത് ബെടക്കുരവണും അല്ലാഹുടെ പേടിക്കര സമയമാണ്. ശരീരത്തെ രോമങ്ങൾ നിറക്കുമ്പോ ഏത് തമ്മാടിയായ റൗഡിയായ ആളുമാറ് പോലും അല്ലാഹുടെ ഓർക്കുടയും മരണത്തെ ഓർക്കുടെ സമയമല്ലേ. വയസ്സായോണ്ട് പറയുമ്പൊത്തുകൂ സ്വന്തം ശരീരത്തെ രോമങ്ങൾ നിറക്കിടത് മരണത്തെ സങ്കേതമാണ്, മരണത്തുകൊള്ള മുൻസൂചനയാണ്. വയസ്സായതിൽ പിന്നെ ബടക്കായ ആളുമാറ് കൊറുടിയാണ്. വയസ്സായ കാരണത്തില് ശരീരത്തെ രോമം നിറക്കണു തുടങ്ങിയതിൽ പിന്നെ ബടക്കത്തരത്തുക പോയ ആളുമാരെ സംഖ്യ കൊറുടിയാണ്. ചെറിയ മക്കള് ബടക്കായതൊക്കെ ഉദാഹരണ കൊറുടിയാണ്. ചൊമ്മത്തെ ആളുമാരെ തെറുതപ്പണുകും ബടക്കത്തരത്തുക പോണുകൊള്ള കാരണ അല്ലാഹു തന്നെ ആരോഗ്യമാണ്, അല്ലാഹു തന്നെ യുവത്വമാണ്, അല്ലാഹു തന്നെ യൗവനമാണ്. ആ സമയത്തിലാണ് ചൊമ്മത്തെ ആളുമാര് ബടക്ക് തെരുക്ക് പോണുകൊള്ള കാരണ ആ സമയത്തെ നിയന്ത്രിക്കൊണുകാവാണ്ട് സ്വന്തം തടിരെ ആ
സന്ദർഭത്തിൽ കൺട്രോൾ ഉപയോഗിക്കണുകാവാണ്ട് ഏത് ബടക്കത്തരത്തുക്ക് പോണുകൊള്ള ധൈര്യക്കാട്ടിര മുസ്ലിമേ ഞങ്ങളെ പോലെ ബാലകാരനായ ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എത്ര നല്ല ആരോഗ്യന്റെ മനുഷ്യര്, എത്ര നല്ല സമ്പത്തിന്റെ ആളാണ്, എത്ര ബല കോടീശ്വരന്റെ മോണാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കൂടി ഷഹാദത്ത് കലിമ ചൊന്ന മുസ്ലിമായതിന്റെ പേരില് സ്വന്തം ഉമ്മയും ബാപ്പയും മുസ്അബ് റളിയല്ലാഹു അൻഹുടെ ഔത്തിനെ പറത്തിയിട്ട് മുസ്അബ് റളിയല്ലാഹു അൻഹുടെ ആരോഗ്യമുള്ള സമയത്തില് ബാലകാരനായ മുസ്അബ് റളിയല്ലാഹു അൻഹുടെ സൗന്ദര്യത്തെ നോക്കണുക വേണ്ടി മക്കത്തിലെ തര പെണ്ണുമക്കളാണ് കാത്തു നിന്റേത്. മുസ്അബ് കുതിരലോടുമ്പോ കുതിരയുടെ വാട്ടം നോക്കണമെങ്കിൽ എത്ര ആളുമാറാണ് ക്യൂ നിന്റേത്. എന്നിട്ട് മുസ്അബ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തെ സ്വീകാരാക്കി തീച്ചുള്ളതിന്റെ പേരില് സ്വന്തം ഉമ്മയും ബാപ്പയും മുശ്രിക്കീങ്ങളായ ആളുമാർ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഒട്ടിക ചൊന്ന പലക്കെന്തിനെ കൊന്തുന്ന മുസ്ലിമേ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദിനെ ദീനമീത്ത് സ്വീകരിച്ചേട്ട് കണ്ടെങ്കിൽ നന്റെ സ്വത്തുലുണിക്ക് ഒരു അവകാശവും ഇല്ല. സ്വന്തം ബാപ്പയും ഉമ്മയും ഔത്തിരെ പറത്തിട്ട് എനിക്കെന്റെ സന്നിവേശം വന്നപ്പോ പോലും മുസ്അബ് റളിയല്ലാഹു അൻഹു ആ ത്യാഗത്തെ സഹിക്കണു. കാരണ അല്ലാഹുവിന്റെ റസൂലുട്ടുകളുടെ ഈമാനാണ്. അവസാനം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഔത്തിരെ ഇൽഞ്ഞി പോകുമ്പോത്തുകു മുസ്അബ് റളിയല്ലാഹു അൻഹു ഒട്ടിക ചൊല്ലുടാറൂല മുസ്അബേ നീനിട്ടെ വസ്ത്രം അത് ഞങ്ങളതാണ്. നീനെ ഔരത്ത് മറക്കണുക വേണ്ടി ധരിച്ച വസ്ത്രമുണ്ടല്ലേ, ഡ്രസ് ഉണ്ടല്ലേ, അതൊന്നും ഞങ്ങളുടെ സമ്പാദ്യമാണ്. സുബ്ഹാനല്ലാഹ്, വസ്ത്രത്തെ പോലും ഊരി വെച്ചിട്ട് ആ ഡ്രസ്സിടെ പോലും ഊരി വെച്ചിട്ട് ഒരു കറത്തെ റഗ്ഗടെ പയച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലെ ഹദ്റത്തുക്ക് പോകുമ്പോത്തുകു അല്ലാഹുവിന്റെ റസൂലെ കണ്ണില് ധാരധാരയായി തന്നിയരിട്. എത്ര ബല പൈസകാരനായ മുസ്അബ് റളിയല്ലാഹു അൻഹു ആ കുതിരല് പോണ്ട സൗന്ദര്യത്തെ ഓട്ടക്കാനുക കൊതിച്ച മക്ക നഗരിലുള്ള ആളുമാർ ആ മക്കത്തെ ആളുമാരെ എതിരില് ഔറത്ത് മറക്കണുക വേണ്ടി ഒരു കറുത്ത റഗ്ഗടെ പയച്ചിട്ട് പറകുള്ള സന്നിവേശമുണ്ടല്ലേ, അല്ലാഹുടെ ദീനക വേണ്ടിയാണ്. എന്നിട്ട് പരിശുദ്ധമായ ഉഹ്ദ് രണാങ്കണത്തിൽ ഷഹീദായി കിടന്ന സന്ദർഭത്തില് അല്ലാഹുടെ പരിശുദ്ധമായ ദീനിടെ നിലനിർത്തുക വേണ്ടി നടന്നേ പോരാട്ടത്തിൽ ഉഹ്ദ് രണാങ്കണത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദാബത്തുകു ആ മയ്യത്തിനെ ഒന്ന് പൊതിയണുക പോലും കഫന്റെ തുണിയില്ല. അവസാനം ആരോ ഒരാൾ കൊടവന്ന് കൊടുത്ത ബെല്ലത്തെ ഒരു തുണിയില് മുസ്അബ് റളിയല്ലാഹു അൻഹുടെ തലഭാഗത്തെ കഫന് ചെയ്യണു നോക്കുമ്പോത്തോകു അതാ കാലിലെ ഭാഗം പറത്തുപോളൂ. കാലുഭാഗത്തെ കഫന് ചെയ്യണു നോക്കുമ്പോത്തുകു കാലുഭാഗത്തെ മറച്ചിട്ട് കഫന് ചെയ്യണു നോക്കുമ്പോത്തുകു മുസ്അബ് റളിയല്ലാഹു അൻഹുടെ തലഭാഗ കഫന്റെ തുണിയിൽ നിന്ന് പറത്തുപോലിടൂ. എങ്ങനെ വലിച്ചിട്ടും ആ ശരീരത്തെ ഒന്ന് ഫുള്ളായിട്ട് കഫന്റെ തുണിയിൽ മറക്കണു കാവാടിക്കൊമ്പോത്തുകു അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനൊട്ടിക ചൊല്ലുടൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനൊട്ടിക ചൊല്ലുടൂ. സ്വഹാബ ഉഹ്ദ് രണാങ്കണത്തുള്ള വണങ്ങിയ ഇത് ഹിറുകളുടെ പുല്ലുണ്ടല്ലേ, ഉഹ്ദ് രണാങ്കണത്തുള്ള വണങ്ങിയ പുല്ലുണ്ടല്ലേ, ആ പുല്ലുടെ പൊറിച്ചിട്ട് കൊണ വന്നിട്ട് മുസ്അബ് റളിയല്ലാഹു അൻഹുടെ കാൽഭാഗത്തെ പുല്ലുകൊണ്ട് മറക്കൂറൂ. ഈമാനുള്ള ബജല്ല പടപ്പുള്ള മുസ്ലിം ബാലക്കാരാ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ എത്തരാളെ മയ്യത്ത് കഫന് ചെയ്യുന്നത് നോക്കിയ ആളുമാറാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മാരകമായ ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയ ആളുമാരുണ്ടു, കൊറോണത്തിൽ മരണപ്പെട്ടു പോയ ആളുണ്ടു, ആക്സിഡന്റിൽ പൊടിപൊടിയായി മരണപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ആളുമാരുണ്ടു, കൊല്ലപ്പെട്ട ആളുമാരുണ്ടു. എങ്കിൽ ഇണ്ടേവരേക്കും ഏതൊരു മയ്യത്താണെങ്കിൽ പോലും ഏത് തരത്തിൽ മരണപ്പെട്ടു പോയ ഒരാളെ മയ്യത്താണെങ്കിൽ പോലും മയ്യത്തിനെ കഫന് ചെയ്യണോ കഫന്റെ തുണി കിട്ടില്ല ചൊല്ലെ ഒരു ബേജാറ് കേട്ട മുസ്ലിം ഉണ്ടാ. ഏത് ദരിദ്രനായ ആളാണെങ്കിൽ പോലും ഏത് ഭയങ്കരാളാണെങ്കിൽ പോലും മാർഗത്തിറകൽ അഡ്രസ് ഇല്ലാണ്ട് മരണപ്പെട്ടു പോയ ആളാണെങ്കിൽ പോലും കഫന്റെ തുണി പോലും ഇല്ലാണ്ട് കഫന് ചെയ്യണു പോലും തുണി ഇല്ലാണ്ട് മറമാടിയ ഒരാളെ ചരിത്രം ഇണ്ടേവരേക്കും കേട്ടതുണ്ടാ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പിരിസത്തെ സ്വഹാബിയായ ബാലകാരനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു
ഷഹീദായിട്ട് ഉഹുദ് പർവ്വതത്തെ മേലെ മയ്യത്തായി കിടക്കുമ്പോഴത്തേക്കു ആ ശരീരത്തെ ഒന്ന് മറമാടുന്നു തുണിയില്ല, വണങ്ങിയ പുല്ലുകൊണ്ടിട്ടാണ് മയ്യത്തിനെ കഫന് ചെയ്ഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങ് അനുഭവിച്ച ത്യാഗത്തുകും നഷ്ടത്തുകും ബേജാറുകൊള്ള പരിഹാര ഇണ്ട് ബജല്ലെ പടുപ്പുള്ളു 5 നേര കേക്കടെ ബാങ്കാട് ദുനിയാവിടെ ഏത് മൂലരും പള്ളിയുടെ മിനാരത്തിൽ 5 നേര കേക്കടെ ബാങ്ക് കാരണ ഇണ്ട് അള്ളാന്റെ പരിശുദ്ധ ഏത് ജാഗല് വേണമെങ്കിലും അള്ളാന്റെ ഭൂമിയിൽ ഏത് ജാഗല് വേണമെങ്കിലും ഒരു മുസ്ലിമുക്ക് പരിശുദ്ധ ഇസ്ലാമുടെ അനുസരിച്ചിട്ട് ജീവന നടത്തുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലേ. ആ മഹാന്മാരായ സ്വഹാബത്തിലെ ത്യാഗമാണ്. എന്നിട്ട് ഈമാനുള്ള മുസ്ലിമീങ്ങള് എന്തേ മുസ്ലിം ജനസംഖ്യ യാറവുള്ള രായത്തില് ബാലകാരന്മാര് ബടക്കത്തരത്തുക പോയേ. എന്റെ മുസ്ലിം ജനസംഖ്യ യാറവുള്ള എല്ലാ രായത്തില് മാദകമായ വ്യസനികള് മുസ്ലിമീങ്ങളായി ബദലായ കാരണ യൗവനത്തെ യുവത്വത്തെ നിയന്ത്രിക്കണുകാവാത്ത ബേജാറാൻ. യുവത്വത്തെ നിയന്ത്രിക്കണുകാവാണ്ടാണ് യൗവനത്തെ കൺട്രോൾ ആക്കണുകായില്ല, അതിൽ ഉപയോഗപ്പെടുത്തണുകായില്ല. അതാണ് അള്ളാന്റെ റസൂൽ ചൊന്ന സ്വഹാബ യുവത്വ ചൊല്ലത് യൗവന ചൊല്ലത് ചില്ലറുടെ വിഷയമല്ല. നിഅമത്താനി മഗ്ബൂനും കസീറും ഫീഹിമ, നിഅമത്താനി മഗ്ബൂനും ഫീഹിമ കസീറും മിനന്നാസ്. മനുഷ്യന്മാരിൽ ചൊമ്മത്തെ ആൾമാർ വഞ്ചിതരാവിടെ കനിക്കത്തെ 2 നിഅമത്ത്. ആ നിഅമത്തിൽ തൊട്ട് മനുഷ്യന്മാർ വഞ്ചിതരാവിടാർ. ആ നിഅമത്തിലെ സദുപയോഗ പടയണകാവില്ല. ചൊമ്മത്തെ ആൾമാർക്കും ആ 2 നിഅമത്തിലെ സദുപയോഗ പടയണകാവില്ല. അതിൽ ഒരു നിഅമത്ത് എന്തിനെ കൊണ്ടുണ്ട അസിഹത്തു, അള്ളാഹു തന്നെ ആരോഗ്യ. ആരോഗ്യത്തെ സദുപയോഗ പടയണകാവില്ല. ആരോഗ്യത്തെ ബലകൊന്ത അവിടെ നഷ്ടപ്പെട്ടു പോയല്ലേ. പിന്നെ ബീഡി വലിക്കുമ്പോഴത്തേക്കും സിഗരറ്റ് വലിക്കുമ്പോഴത്തേക്കും ആ ആരോഗ്യത്തെ രഹസ്യ ഗൊന്തായില്ല. പിന്നെ അത് ഗൊന്തവിടെപ്പ ചെമ്മ തുടങ്ങിയിട്ട് അവസാനം TB ചൊന്നിട്ടാകുമ്പോഴത്തേക്ക് ആ ബേജാരവിടെ ശാ വലിച്ചിട്ടിന്നില്ലെങ്കിൽ എപ്പെങ്കിലും ഒന്ന് സഡൻ നെഞ്ചിന് മുമ്പിലായിട്ട് ഓടിപ്പോയിട്ട് മൈക്കാലത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ആക്കുമ്പോഴത്തേക്കും എൻജിയോഗ്രാം ആക്കി നോക്കാണ്ട് എന്ത് ഗൊന്താവില്ല ചൊന്നിട്ടു 4 ബ്ലോക്ക് കൊണ്ട് ചൊല്ലുമ്പോഴത്തേക്കാണ് തലക്കൈ വികരെ പടച്ചവനെ നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി തല്ലേ. എത്തരമാ പള്ളിയിൽ ഈ ബജാറിലെ പള്ളിയിലടക്കം ഓരോ ബലിയാസരണ്ടും ഓരോ ആളുമാറും വന്നിട്ട് കൈ നീട്ടിട്ട് ഞങ്ങളൊട്ടിക്ക് സഹായത്തിന് വേണ്ടി വേടരാറുകൊണ്ടുണ്ട ഉസ്താദെ നാ ഇന്ന പള്ളിയുടെ പ്രസിഡന്റ്, നാ ഇന്ന പള്ളിയുടെ ഖജാൻജി, അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ ഒരു 12 വർഷം കത്തീവായിട്ട് ഇന്ന ആളുണ്ടല്ല ചൊല്ലേ. ഉസ്താദെ നാണൊരു ക്യാൻസർ രോഗി, നാണ് ഹാർട്ട് പേഷ്യൻറ്റ്, നാണ് കിഡ്നി ഡയാലിസിസ് ആയതുകൊണ്ടുള്ള എനിക്കതൊരു രോഗിയാണ്. നിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണമുണ്ട്. നിൻ്റെ മറந்துക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണോ, തിങ്ങളെ മറന്നെടുക്കണമെങ്കിൽ ഇത്തര പൈസ ആവിടോ നക്ക് നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ആക്കണമുണ്ട്. അള്ളാഹു ഞങ്ങൾക്ക് തന്നെ ആരോഗ്യത്തെ അള്ളാഹു നിലനിർത്തട്ടെ. ആരോഗ്യത്തെ സദുപയോഗപ്പെടയിടക്ക് എനിക്കത്തെ മുസ്ലിമീങ്ങളിൽ ഈമാനുള്ള മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഞങ്ങളെ പെടുത്തട്ടെ. അപ്പം ഈ ആരോഗ്യ ചൊല്ല് നിഅമത്ത് അള്ളാഹു തന്നെ ഏറ്റവും വലിയ നിഅമത്താണ്. ഒരു മനുഷ്യന് അള്ളാഹു തന്നെ ഈമാൻ, ആ ഈമാൻ്റെ അനന്തരം ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹു തന്നെ അത് ആഫിയത്താണ്. ആ ആഫിയത്തുള്ള സമയത്തിൽ അതും നല്ല യൗവനമുള്ള സമയത്തിൽ യുവത്വത്തിൽ അള്ളാഹുടെ മാർഗത്തിലായിട്ട് അതിനെ ചെലവാക്കണം ഒരാൾക്ക് തീരിത്തേണ്ട കണ്ടെങ്കിൽ എത്ര ആളുമാറുണ്ടോ യുവത്വത്തിൽ അള്ളാഹിൻ്റെ പേടിച്ച് ജീവനാക്കൽ എത്ര ആളുമാറുണ്ടോ. സുബ്ഹാനല്ലാഹ് ഇതിനിടയ്ക്ക് ഒരുമൊത്തും നാണ് ബസ്സിൽ പോകുമ്പോഴത്തേക്കും വയത് കഴിഞ്ഞിട്ട് കുറേ ജാവായിട്ട് ഞാൻ ഔത്തുക എത്തിയ സുബൈക്ക് എന്നൊക്കെ പള്ളി കർജൻറ്റ് പോകണം. കാറിൽ ഓർത്തനെ പോയെങ്കിൽ ചിലപ്പോൾ ഉറക്ക് വന്ന് പോയിരോ ചൊന്നിട്ട് ബസ് പറ്റിപ്പോയേ. സുബ്ഹാനല്ലാഹ് സുബൈയുടെ നേരെ ബസ്സിൽ കണ്ടപ്പെട്ട റഷ് നിൽക്കണക്ക് പോലും ജാഗയില്ല. കണ്ടക്ടർക്ക് എതിർ പോ ചൊല്ലേ അവർക്ക് പിറകു വരോ ചൊല്ലേ. അങ്ങനെ ആ ഒരു റസ്സിൽ പോകുമ്പോഴത്തേക്കും കോളേജിക്ക് പോകേണ്ട പല വിദ്യാർത്ഥിനികളുണ്ട്, സ്വർത്തുക്ക് പോകേണ്ട ആളുമാരുണ്ട്, അതിൽ കൂലി സ്വർത്ത് പോകേണ്ട ആളുമാരുണ്ട്, പല ആളുമാറും ബസ്സിൽ യാത്ര ചെയ്ത ആളുമാർ. ഓരോ ആളുമാരുടെ മൊബൈൽ ഓരോണത്തെ സൗണ്ട്. കൊറിയാൾ ഫിലിം നോക്കടെ, കൊറിയാൾ റീൽസ് നോക്കടെ, കൊറിയാൾ വേറെ എന്തെങ്കിലും ഒന്ന് ഗെയിംസ് കളിക്കരുത്. ഇങ്ങനെ നോക്കിക്കൊണ്ടില്ല പല ആൾമാരും. കൊറിയാൾ ബ്ലൂടൂത്ത് വെച്ചിട്ടാറ്, കൊറിയാളൊക്കെ അതിൽ ഇയർഫോൺ ഉണ്ട്, കൊറിയാൾ അങ്ങനെ സൗണ്ട് ലൗഡ് വെച്ചിട്ട് നോക്കിയുള്ള ആ കൂട്ടത്തിലൊരു ബാലകാര സുബ്ഹാനല്ലാഹ് കണ്ണ് തപ്പാട്ടാണ്ട് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടുണ്ട്. എന്നാൽ ഇവർ എന്തൊരു റബ്ബൈനമെന്ന് നോക്കടെ. അത്ര റസ്സലും ആൾമാർ ഇങ്ങനെ നോക്കലായോട്ടിക്കുമ്പോഴത്തേക്ക് ആ ചങ്ങായി കണ്ണിടെ മൊബൈൽ തപ്പാട്ടില്ല, മൊബൈലിൻ്റെ ഡിസ്പ്ലേയിലെ കണ്ണുണ്ട്. അവസാനം ഞാനിങ്ങനെ എതിരെതിരെ പോയിട്ട് ആ ചങ്ങായിൻ്റെ മുട്ടെത്തുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് എന്തിനാ കൊത്തുണ്ട ഒരു ബലിയാസരുണ്ട് സുബൈ പരിശുദ്ധ ഖുർആൻ്റെ സൂറത്തുൽ കഹ്ഫ് ആ ബാലകാര ഓതിയിട്ടുള്ളേ. ചൂർ ഫ്രീ മനപ്പില്ലേ, ഫ്രീ റഫാണ്ട് ഫ്രീ ಬಿಡ್ಲೆ ಯಾಕಾಡು ಪ್ರಾರ್ಥನೆ ಮನ್ಪನಾಗೆತ್ತಂಡ ಸೆಟ್ಟಿಂಗ್ಸ್ ಅಂಚನೆದಿಲ್ಲ ಫುಲ್ಲು ಫ್ರೀ ಮನ್ಪಲೆ
പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ കഹ്ഫ് അൽ കഹ്ഫ് ഓതിയിട്ടുള്ള ബാലകാര വലിയ സുബൈക്ക് എന്തോ ഒരു അങ്ങാടിയില എന്തോ ഒരു കൂലി സ്വർത്ത് പോകണ്ടേ, ആ സ്വർത്തുക്ക് പോകണ്ടേ ബാലകാര ബലിയാസരുണ്ട് സുബൈക്ക് ബസ്സിൽ പോകുമ്പോഴത്തുക അൽ കഹ്ഫ് ഓതിയോട്ട് പോകണ്ടേ. അതുപോലത്തെ ബാലകാരന്മാർ ഞങ്ങളെ രായത്തിലുണ്ട്. ആ ബാലകാരന്മാരുടെ ഇഖ്ലാസും ആ ബാലകാരന്മാരുടെ ദുആ അങ്ങനെ ഇബാദത്താണ് അള്ളാഹു ഞങ്ങളെ ഇണ്ടും ഈ നിഅമത്തിലെല്ലാം നിലനിർത്തിയിട്ട് ഇങ്ങനെ ജീവനം നടത്തുന്ന അവസരം തന്നതിരക്ക് എനിക്ക് രഹസ്യ. അതുപോലത്തെ ധാരാളം ആൾമാരുണ്ട്. അതൊക്കെ വേണ്ടിയാണ് അള്ളാഹുന്റെ റസൂൽ ചൊന്നെ ചൊമ്മത്തെ ആൾമാരും തെരുതപ്പി പോണ്ടേ, ബടക്കത്തരത്തേക്ക് ആകർഷിച്ചു പോണ്ടേ യൗവനമാണ്. അതുകൊണ്ട് ആ യുവത്വത്തെ യൗവനത്തെ പിടിച്ചു നിൽക്കണുകൂ. യൗവനത്തിൽ ബണ്ടക്കനിക്കത്തെ സാധാരണ ബടക്കത്തരത്തിൽ നിന്ന് തടഹിടിയണുകൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തത്വാഅ മിൻകുമുൽ ബഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജി വമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. ഈമാനുള്ള ബാലകാരന്മാരെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടൂ, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടൂ, ഓ സ്വഹാബത്ത്, അവിടെ നല്ല യുവത്വമുള്ള യൗവനമുള്ള ബാലകാരന്മാര്, നിങ്ങൾക്ക് മീത്ത് ബാഅത്ത് കഴിവിന്നെങ്കിൽ, നിങ്ങൾക്ക് മീത്ത് ബാഅത്തിന്റെ കപ്പാസിറ്റി ഇന്നെങ്കിൽ ഒരു പെണ്ണുക്ക് മഹർ കൊടുക്കണുകൂ, ഒരു പെണ്ണുക്ക് ചെലവ് കൊടുക്കണുകൂ, ഒരു പെണ്ണുക്ക് താമസിക്കണുകില്ല അവ കെട്ടി കൊടുക്കണുകൂ. സൗകര്യം ഇന്ന ബാലകാരന്മാരിന്നെങ്കിൽ നിങ്ങൾ മങ്ങിലാവണോ. ആ മങ്ങിലായ കാരണത്തിൽ നിങ്ങളെ കണ്ണുക പിന്നെ ബെടക്ക് നോക്കണുക മനസ്സ് പണ്ടില്ല, നിങ്ങളെ മനസ്സിൽ പിന്നെ വേണ്ടാത്ത ഹറാമുടെ ബിയാറ പണ്ടില്ല, നിങ്ങളെ മനസ്സ് വേണ്ടാത്ത ഹറാമിയത്തേക്ക് പോണ്ടത് നിങ്ങളെ കണ്ണുകൊണ്ടു കാണ്ട ഹറാമുടെ തടയണുക മങ്ങില കാരണമാവടൂ. അതുകൊണ്ട് മങ്ങിലാവണുക വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിൽ നിന്നുള്ള ബാലകാരന്മാരെ പ്രോത്സാഹിപ്പിക്കട്. പരിശുദ്ധ ഖുർആനിൽ പോലും അല്ലാഹു ചൊല്ലുടാ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളെ സ്വന്തം ശരീരത്തിൽ നിന്ന് മനുഷ്യവർഗത്തിൽ പെട്ടതേ ഒരു ഇണകളാവിടെ ഒരു രൂപമാവിടെ പെണ്ണുണ്ടല്ലേ, ആ പെണ്ണിടെ അല്ലാഹു പടച്ചത് വലിയ അല്ലാഹുടെ അത്ഭുതമാണ്. ഈ ദുനിയാവിൽ ഞങ്ങൾ കാണ്ട ഏതെല്ലാം അത്ഭുതങ്ങളുണ്ട്, ഈ ദുനിയാവിൽ പ്രപഞ്ചത്തിൽ കണ്ട 7 മഹാ അത്ഭുത 8 മഹാ അത്ഭുതമായിട്ട് ഞങ്ങൾ ചൊല്ലുല്ലേ. എങ്കിൽ അല്ലാഹുടെ ദുനിയാവിൽ അല്ലാഹു പടച്ചു വെച്ച അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലിയ മഹാ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ് ഒരു ആണുക ഒരു ഇണാച്ചുളുടെ സൃഷ്ടിയുടെ അല്ലാഹു പെണ്ണിടെ പടച്ചത്. എന്തൊക്കെ വേണ്ടിയാണ് അല്ല പെണ്ണിടെ പടച്ചത് കൊണ്ടുണ്ട മുസ്ലിമീങ്ങള്. ആദം നബി അലൈഹിസ്സലാമിടെ അല്ലാഹു പടച്ചത് സ്വർഗത്തിലാണ്, ആദം നബിയെ അല്ല പടച്ചത് സ്വർഗത്തിലാണ്. എന്നിട്ട് അല്ലാഹുടെ സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാമുക്ക് സമാധാനത്തുക്ക് കൊറടി വന്ന് അല്ലാഹുടെ പരിശുദ്ധമായ സ്വർഗത്തെ ആ ഭവനത്തിൽ ആദം നബിയുടെ മനസ്സിൽ ചെറിയ ഒരു സമാധാന കൊറടി കാണുമ്പോത്തുകൂ ആദം നബി അലൈഹിസ്സലാമിയുടെ മനസ്സുക എന്തോ ഒരു അസമാധാന കാണുമ്പോത്തുകൂ. ആ അസമാധാനത്തെ പോപ്പാട്ടിട്ട് ആദം നബിക്ക് പൂർണ്ണമായ സന്തോഷത്തെ കൊടുക്കണക്ക് വേണ്ടി അല്ല കണ്ട തീരുമാനമാണ് ആദം നബിയുടെ ശരീരത്തിൽ നിന്ന് ഒരു പെണ്ണുക അല്ലാഹു ജന്മം കൊടുക്കൂ. ആ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാടെ കാണുമ്പോത്തുകൂ ആദം നബിയുടെ മനസ്സുക സ്വർഗത്തിൽ പൂർണ്ണമായ സമാധാനമാണ്. അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുടേ, ഒരു ആണിൽ നിന്ന് ആ ആണുക്ക് വേണ്ടിയുള്ള ഒരു ജോഡിയെ പടച്ച അല്ലാഹു, അത് അല്ലാഹുടെ വലിയ ഖുദ്റത്താണ്. ഇണ്ടും നിങ്ങൾ കേട്ടു നോക്കൂല, എത്ര ആളുമാർ നിങ്ങളെ രായത്തിൽ കൂലി സ്വറാക്കടെ ആളുമാറുണ്ടു. നേരത്തെ ഗൾഫിൽ നിന്നിട്ട് 10 വർഷം 20 വർഷം ഗൾഫിൽ നയിച്ച ആളുമാർ റായത്തുക വന്ന് കൂലി സ്വറാക്കിയിട്ട് ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ നയിച്ചിട്ട് മോന്തി നേരെ ഔത്തുക വന്നിട്ട് നല്ല ഒരു ജീവനം നടത്തുമ്പോഴത്തേക്കു എന്തേ നിങ്ങൾ ഗൾഫ് പൊട്ടിയിട്ട് കേൾക്കുമ്പോഴത്തേക്കു ചൊല്ലിയ കാരണം എന്തിരകൊണ്ടുണ്ട എന്ത് ഗൾഫോ മോന്തി നേരെ വന്നിട്ട് പെഞ്ഞായ മക്കളെ മുഖം നോക്കണക്ക് ഒരു സൗകര്യം കിട്ടിയെങ്കിൽ ചെറിയ നയിപ്പാണെങ്കിലും ചെറിയ ശമ്പളമാണെങ്കിലും ആ പെഞ്ഞായ മക്കളെ മുഖം നോക്കണക്കുള്ളത് വലിയ സമാധാനമാണ്. അതാണ്
അതാണ് അള്ളാഹുടെ പരിശുദ്ധ ഖുർആൻ ചൊന്നത്. നിങ്ങൾക്ക് വേണ്ടി അള്ളാഹ് പടച്ച നിങ്ങളെ ജോഡിയായ ഇണയുണ്ടല്ലേ, നിങ്ങൾക്ക് ദുനിയാവുള്ള സമാധാനത്തിന് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ആണുടെ സമാധാനത്തിന് വേണ്ടിയാണ് പെണ്ണിടെ അള്ളാഹു പടച്ചത്. ഒരു പെണ്ണിടെ സമാധാനത്തിന് വേണ്ടിയാണ് അള്ളാഹു നിക്കാഹിലൂടെ ഒരു ആണുടെ ജോഡിയാക്കി തന്നത്. ജീവനത്തിലുള്ള ഏറ്റവും വലിയ സമാധാനമാണ് ദാമ്പത്യ ജീവനം. ദാമ്പത്യ ജീവനത്തിൽ വലിയ സമാധാനമാണ്. ദാമ്പത്യ ജീവനത്തിൽ വേണ്ട കനിക്കത്തെ വൈവാഹിക ജീവിതത്തിൽ വേണ്ട അസമാധാന അഥവാ വൈവാഹിക ജീവനത്തെ അവസാന, അതാണ് മനുഷ്യന്റെ ജീവിതത്തിലുള്ള യഥാർത്ഥ ബേജാറ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം നിക്കാഹിലൂടെയാണ്, മങ്ങിലത്തിലൂടെ. ആ മങ്ങിലത്തെ മുഖാന്തരമാണ് യഥാർത്ഥ ജീവനത്തെ സമാധാനം ഒരു മനുഷ്യൻ അനുഭവിക്കണേ. ആ സമാധാനം ഞങ്ങൾക്ക് ഇല്ലല്ലോ ഉസ്താദേ, ടെൻഷൻ മങ്ങിലായപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വൈവാഹിക ജീവന ഇസ്ലാം ചൊന്ന രൂപത്തിൽ ആവാത്തത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ നോക്കൂ, അള്ളാന്റെ റസൂലിന്റെ ജീവനത്തിൽ എത്രയല്ല കഷ്ടം അള്ളാന്റെ റസൂൽ അനുഭവിച്ചു, എന്തെല്ലാം ബേജാർ അള്ളാന്റെ റസൂൽ അനുഭവിച്ചു. അള്ളാന്റെ റസൂൽ ഏതെല്ലാം ദുഃഖത്തിന്റെ വിധങ്ങൾ സഹിക്കണായി വന്നത്. ആ അള്ളാന്റെ റസൂലിന്റെ ജീവനത്തിൽ ആമുൽ ഹുസ്ന്, ബേജാറ് വർഷ, ദുഃഖത്തെ വർഷ. അള്ളാന്റെ റസൂലിന്റെ ജീവനത്തിൽ കഹി നെണപ്പു മായാത്ത കനിക്കത്തെ നൊമ്പല ഉണ്ടാക്കിയ കനിക്കത്തെ വർഷ ഏതുണ്ട് കേട്ടെങ്കിൽ ഇസ്ലാമിയുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ ചൊല്ലു. അള്ളാന്റെ റസൂലിന്റെ പെഞ്ഞ ഖദീജ ബീവി വഫാത്തായ കനിക്കത്തെ വർഷാണ്. നബി തങ്ങളുടെ ജീവിതത്തിൽ ഏത് ബേജാറും അള്ളാന്റെ റസൂൽ സഹിച്ചിര്, ഏത് നൊമ്പലത്തെ അള്ളാന്റെ റസൂൽ സഹിച്ചിര്. അള്ളാന്റെ റസൂലുക്ക് താങ്ങുണുകാവാത്തെ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് വരേക്കും അള്ളാന്റെ റസൂൽ ഓർത്തോണ്ട് വെച്ച നിഅമത്ത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ ചൊല്ലെ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ നിഅമത്താണ്. സുബ്ഹാനല്ലാഹ്, എത്ര ജാഗല വാതുക പോയ സന്ദർഭത്തിൽ ചെറിയ കിടാവിടെ തട്ടിട്ട് വന്ന ബാലകാരമാറ് സുബ്ഹാനല്ലാഹ് മരണപ്പെട്ടു പോയ പെഞ്ഞായിക ദുവറ കൊണുക ചൊന്നതുണ്ടു. സുബ്ഹാനല്ലാഹ്, ഈ തിങ്കള് ജനുവരി തിങ്കള് 2026 അതാ ഒരു വലിയ ഒരു സദസ്സുകളാണ് വാതുക പോയപ്പോ വാത് കഴിഞ്ഞിട്ട് സ്റ്റേജിലെ ദുആ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇഞ്ഞി പറമ്പൊത്തുകൂ ഒരു ചെറിയ പെണ്ണ് കിടാവിടെ തട്ടിട്ട് ഒരു ആണ് കിടാവിടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു ബാലകാര നന്റെ മുട്ട വന്ന് അറുകി പിടിച്ചിട്ട് ജോറ് പുൽപ്പൊടുക തുടങ്ങിടാ. സുബ്ഹാനല്ലാഹ്, എന്റെ ബേജാറ് കേൾക്കുമ്പോത്തൂകൂ ഈ രണ്ട് കിടാവിടെ കാട്ടിട്ട് നന്റെ ചൊന്ന പലക്കെന്തിര കൊന്തുണ്ട മുസ്ലിമേ ഉസ്താദ്, നന്റെ ജണ്ട് യതീമായ മക്കളെ ഉമ്മ നന്റെ ജീവനത്തെ സംഗാതി നന്റെ എല്ലാ സന്തോളത്തുക്ക് കാരണമായി നന്റെ നെമ്മതിരെ കേന്ദ്രമായി നന്റെ പെഞ്ഞായി മരണപ്പെട്ടിട്ട് 1.5 വർഷമായിട്ട് ഉസ്താദ്. ആ നന്റെ പെഞ്ഞായുടെ ഖബറു സലാമത്താവുക വേണ്ടി ദുവറക്കണു. ഇങ്ങനെ ഒരു പെണ്ണുരൊട്ടിക മഹബത്ത് കാട്ട് ആണ് ആറുണ്ട് മുസ്ലിമേ. മരിച്ചിട്ട് 3 ദുആവിടേക്ക് മുന്നൊരു രണ്ടാമത്തേതായിട്ടാവിടൂ. അല്ല, രണ്ടാമത് ആവണ്ടാണ്ടല്ലെന്നാണ് ചൊന്നേ. രണ്ടാമത് അവിടുത്തെ നിരുത്സാഹിപ്പിച്ചതുമല്ല. ഒരു പെഞ്ഞ ഇക്കൊലോടുകൂടെ നീതി പാലിക്കൊണുക എങ്കിൽ രണ്ടാമത് ആവണുക പെർമിഷൻ തന്നെ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇല്ലേ, ഒന്ന് ഇക്കൊമ്പത്തിಗೆ ഒന്ന് മരിക്കോണോട്ടില്ല ഹയാത്തിൽ ഇക്കൊമ്പത്തിಗೆ നീതി പാലിക്കൊണുക അവിടെങ്കിൽ രണ്ടാമത്തേത്, ആവശ്യമെങ്കിൽ മൂന്നാമത്തേത്, പിന്നെ ആവശ്യകത ഇല്ലെങ്കിൽ 4ാമത്തേത് വരെ ആവണുകൊല്ല പെർമിഷൻ കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. 4 വരേക്കാവ 6 ಗದು മനസ്സിന് എല്ലാവർക്കും ആവാണ്ട, എല്ലാവർക്കും അല്ല അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലു നിങ്ങൾക്ക് അങ്ങനെ നടുവിൽ സമാനമായ നീതി പാലിക്കൊണുക ആവില്ല, അസാധ്യമാണ്. അങ്ങനെ നടുവിൽ നീതി പാലിക്കൊണുക ആയില്ലെങ്കിൽ ഒരേ ഒരു പെണ്ണായിട്ട് കിട്ടി നിങ്ങൾക്ക് ഖൈറ് ഉണ്ട്. 1.5 കാണയാർ 2 മങ്ങിലായ ആൾമാരുടെ ഇങ്ങനെ അനുഭവം കേട്ട് നോക്കുമല്ല. 2 പെഞ്ഞായിന്ന ഒരാള്, അള്ളാഹുടെ പേടിയുള്ള ഒരാള്, പക്ഷെ ദുനിയാവിൽ 2 പെഞ്ഞായിമാരുണ്ടോ ആ ആളിട്ടിക്ക് അനുഭവം കേട്ട് നോക്കുമല്ല. ആളുടെ ബേജാറും അനുഭവം കേട്ടെങ്കിൽ 2ാമത്തെ മങ്ങിലത്തെ വിഷയം ആരും ആലോചനാക്കി ആക്കാല്ലേ. എങ്കിൽ അങ്ങനെ നടുവിൽ സമാനമായ നീതി പാലിക്കൊണ്ട ആവുടെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരേ സമയത്തിൽ ഖദീജ ബീവിയുടെ വഫാത്തിന് അനന്തര 10 പെഞ്ഞായിമാരെ കൂടെ ജീവനം നടത്തിയിട്ട് പോലും ദുനിയാവ് നീതി എന്തിരേണ്ട ന്യായം എന്തിരേണ്ട പെഞ്ഞായിമാരെ ഒരുപോലെ സമാനമായ നിലക്ക് നോക്കൂടെ എങ്ങനെയുണ്ട്. പടിപ്പാട്ടി തന്നെ നേതാവാണ്. ആ നേതാവായ അള്ളാന്റെ റസൂൽ സ്വഹാബത്തുക്ക് ചൊല്ലുടൂ, സ്വഹാബ ദുനിയാവിൽ 1.5 കാണയാറ പെണ്ണിന്നിട്ട്
നിന്നിട്ട് ദുനിയാവിൽ ഒന്നര കാണയാറെ പെഞ്ഞായി മാറി നിന്നിട്ട് അങ്ങനെ നടുല് ഒരുപോലെ നീതി പാലിക്കണ ഒരാള് കായില്ലാണ്ട് കണ്ടെങ്കിൽ നാളെ അള്ളാഹുടെ മഹ്ശറത്തിൽ ഒന്നര കാണയാറെ പെഞ്ഞായി നിന്നിട്ട് അങ്ങനെ നടുല് പരസ്പര നീതി പാലിക്കാത്തോടു അള്ളാഹുടെ മഹ്ശറത്തേക്ക് പണ്ട് എങ്ങനെ കൊന്തുണ്ട സ്വഹാബ ഒരു ഭാഗ പൂർണ്ണമായി തളർന്നിട്ട് ഒരു ഭാഗ ഫുള്ളായിട്ട് തളർന്നു കിടന്നിട്ട് സ്ട്രോക്ക് ആയിട്ട് ഒരു കൈയും ഒരു കാലും പന്തുപാട്ടുണുകാവാട്ട് നിശ്ചലമായ ശരീരത്തെ പാതിഭാഗമുണ്ടല്ലേ ആ ശരീരത്തെ പാതിഭാഗ തളർന്നു കിടക്കുമ്പോ ഒരു മനുഷ്യൻ എങ്ങനെ നടക്കണു പേച്ചെടുവാടാ എങ്ങനെ തടിര ഇങ്ങനെ ബലിച്ചിട്ട് നടക്കുവാണ് അതുപോലെ നടന്നു പണ്ട സ്വഹാബ അള്ളാഹുവിന്റെ മഹ്ശറത്തിൽ അതുപോലെ നടന്നു പണ്ട ആളുമാറുണ്ട് സ്വഹാബ അതാറ് കൊണ്ടുണ്ട് സ്വഹാബ ഒന്നര കാനയാറെ പെഞ്ഞായി മാറിന്നിട്ട് പരസ്പരങ്ങനെ നടുലു നീതി പാലിക്കൊണുകാവാത്ത ഉണാണ് എങ്കിൽ പരിശുദ്ധമായ അത്തരം മാത്രം മഹത്വമുള്ള ഗൻകത്തെ ദാമ്പത്യ ജീവനത്തെ ಬಗ್ಗೆ അല്ലാഹുവിന്റെ റസൂല് പടിപ്പാട്ടി കൊടുത്തത് നിങ്ങളെ ഭാഗത്തിൽ യുവത്വത്തിൽ വേണ്ട ബടക്കത്തരത്തെ ഇല്ലാണ്ടാക്കണു വേണ്ടിയിട്ട് മങ്ങില നിങ്ങൾക്ക് സഹകാരിയാട് മങ്ങില അവൾ കൊണ്ട് ഒരുപാട് ഹറാമിയത്ത് ദൂരാവിടൂ സുബ്ഹാനല്ലാഹ് ഇന്റെ മങ്ങിലത്തെ മുഖാന്തരമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവിടെ ഇന്റെ മങ്ങിലാവൽ കൊണ്ടിട്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവിടെ അതൊക്കെ കാരണം എന്തൊരു മുസ്ലിം അല്ലാഹുവിന്റെ റസൂല് ചൊന്ന നിലക്ക് നിങ്ങൾക്ക് മങ്ങിലായിട്ട് ജീവനാക്കണുകാവാത്തതാണ് എത്ര കുടുംബമുണ്ടോ എത്ര പാവപ്പെട്ട പെണ്ണുമക്കളുണ്ടോ ഇന്റെ വാട്സപ്പിൽ ഓരോ നാളില് നിങ്ങൾ എത്ര ബേജാറില് പെണ്ണുമക്കൾ ഉൾപ്പെട്ടിട്ട് കൈച്ചാച്ചിരതുണ്ടോ ഇല്ലേ എത്ര മീഡിയത്തെ എത്ര ആളുമാറ് പെണ്ണിങ്ങളെ ബുൽപ്പൊടുപാടിയിട്ട് സുബ്ഹാനല്ലാഹ് അവൾക്ക് ബുൽപ്പ് വന്നില്ലെങ്കിൽ പോലും ബുൽപ്പൊടുപാടിയിട്ട് സഹായ കേൾക്കണു ചൊല്ലുടെ എത്ര വീഡിയോ സമാജത്തിലുണ്ടോ അതിൽ പല വീഡിയോ മംഗലത്തേക്ക് വേണ്ടിയിട്ട് കേൾക്കട്ടെ നക്ക് നാളെ മംഗല എന്തുമായിട്ടില്ല എന്തിനാവണം മംഗലത്തേക്ക് ഒരു നിക്കാഹ് ആവണമെങ്കിൽ സുന്ദരമായ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കാട്ടി തന്നെ എനിക്ക് നിക്കാഹ് ആവണമെങ്കിൽ ഒരു പെണ്ണിക്ക് എന്തൊരാവശ്യകത ഉണ്ട് നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ സമാജത്തെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കൂ പാവപ്പെട്ട ഈ സമുദായത്തിലുള്ള ബാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത യതീമായിട്ട് ബെളഞ്ഞ ഒരുപാട് പെണ്ണുമക്കളുടെ കണ്ണിട തന്നിക്ക് കാരണമാവിടെ ഈ സമുദായത്തിലുള്ള ആണിങ്ങളാണ് എൻ്റെ കാരണം അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു നിക്കാഹ് ആകുമ്പോഴത്തേക്ക് ഒരാണ് പെണ്ണുക്ക് മഹർ കൊടുക്കണം എത്ര കൊടുക്കണോ അതവൾ കേട്ടെത്തര കേൾക്കണു അവൾ എത്ര കേൾക്കോ ഇസ്ലാം ಅದಕ್ಕೆ ഒരു പരിമിതി ചൊല്ലു ഇത്തരയുടെ കാണാൻ യാരെ കേൾക്കാണ്ടിക്കൽ ഹൈറ് പെണ്ണേ നീനുണ്ട് എങ്കിൽ ഞങ്ങളെ രായത്തിൽ അങ്ങനത്തെ സമ്പ്രദായം നേരെ ഉൾട്ടവില്ല ആണ് എന്തിനെ കേൾക്കട അങ്ങനെ കൊടുക്കണം അല്ല വിദേശ രാജ്യത്തിൽ നിങ്ങൾ നോക്കുവരുള്ളൂ സുബ്ഹാനല്ലാഹ് എത്രമാ അറബിങ്ങ മങ്ങിലാവണുകാവാണ്ട് എന്ത് മങ്ങിലാവകാവാത്തേ ആരോഗ്യമില്ലാത്തതല്ല മഹർ കൊടുക്കോ സാധ്യമില്ല ശ്രീലങ്കത്ത് പോയിട്ട് പെണ്ണ് കെട്ടേ ബാംഗ്ലാദേശത്ത് പോയി പെണ്ണ് കെട്ടേ സൗദിയിലുള്ള ആൾമാരുണ്ട് അറബിങ്ങ വേറെ ദേശത്ത് പോയിട്ട് പെണ്ണ് കെട്ടിരുന്നത് പാവത്തെ പെണ്ണുമക്കളെ അറബികളായ പെണ്ണുമക്കൾ കേട്ട് മഹർ കൊടുക്കണുകാവില്ല ചൊന്നിട്ട് ഞങ്ങളെ രായത്തിൽ അൽഹംദുലില്ലാഹ് ഞങ്ങൾ ബച്ചാവായ ഞങ്ങളെ പെണ്ണിങ്ങ മഹർ കേൾക്കാത്തത് കൊണ്ടിട്ടു ഇನ್ನು കൊടുത്തതും 1.5 പവന്റെ ഒരു ചെയിൻ അല്ലെങ്കിൽ ഒരു 1/2 പവന്റെ ഒരു ചെറിയ ഒരു നെക്ലേസ് ഓൺ ഒരേ തിങ്കളത്തെ പണയം വെച്ചില്ല കൊടുത്ത മഹറും ഒരു 3 തിങ്കൾ അവളുടെ കലത്തിൽ പാവ കാണപ്പെട്ടിട്ടില്ല വയസ്സായ ഏതെങ്കിലും ഒരാളിക്കോ ചിലപ്പോൾ അത് കൈ ഉദ്ദാക്കണ്ട അല്ലാഹു അക്ബർ ചൊല്ലണ്ട ഏതെങ്കിലും ഒരാളിക്ക് ഉസ്താദെ നാമെങ്കിലായിട്ട് ഇത്ര വർഷത്ത് നൻ്റെ പെഞ്ഞയ്ക്ക് നാ കൊടുത്ത മഹർ ഇണ്ടും അവൾ ഉപയോഗ ആക്കിക്കൊണ്ടുള്ള ആളുണ്ട് ആറു ഇക്കാല ചെന്നെങ്കിൽ ദുനിയാവിൽ ഒരാളും ഇല്ലാണ്ടല്ല ഉല്ലങ്ങളെ സംഖ്യ കൊറോടി എങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടു ഒരു പെണ്ണുക്ക് മഹർ കൊടുക്കണു കഴിവുള്ളവണു ഒരു പെണ്ണുക്ക് ചെലവ് കൊടുക്കണു തീർവണു ഒരു പെണ്ണിടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ സുഖാസ്വാദനങ്ങൾ കൊടുക്കണുള്ള ആരോഗ്യം ഇന്നവിടൂ ഒരു പെണ്ണുക്ക് താമസിക്കണു വേനായ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണു അവിടവണു അവണോ മങ്ങിലാവണു സ്വഹാബ ആ മങ്ങില
ഇല്ലത്തെ സന്ദർഭത്തിൽ ചൊമ്മത്തെ ആളുമാർ സോത്തു പോണുകൊല്ല കാരണ നിക്കാഹയുടെ മഹത്വം എന്തിനേണ്ട തെരിയാത്തതാണ്. ഇസ്ലാമിൽ നിക്കാഹ് എത്ര മാത്രം മഹത്വമുണ്ട് കൊണ്ടുണ്ട് മുസ്ലിം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുടെ കിടന്നപ്പോൾ ഒരു സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ജാഗൽ കിടന്നിട്ട് മെലിഞ്ഞിട്ട് ഗഡ്ഡി പോലെ ഉള്ള മനുഷ്യനാണ്. കിടന്നിട്ട് അതാ ഔറത്ത് മറന്നിട്ട് മേലുകൊരു തുടി ഇങ്ങനെ പയച്ചിട്ട് കിടക്കുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ആ തെരുളിങ്ങനെ നടന്നു പോകുമ്പോത്തുകൂ ഈ മെലിഞ്ഞ കഡ്ഡി പോലെയുള്ള കാല് സ്വഹാബിങ്ങ കാണ്ടാറ്. മെലിഞ്ഞ മനുഷ്യനാണ്, അതിനെക്കാളും മെലിഞ്ഞ ഒരാൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഇക്കാല ആ മെലിഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുടെ കാല് കണ്ടിട്ട് സ്വഹാബിങ്ങ ചൊല്ലെ പടച്ചോട് ഈ കാല് വെച്ചിട്ട് ഇയാള് എങ്ങനെ റബ്ബേ ജീവന നടത്തരേ, ഈ കാല് വെച്ച് എങ്ങനെ ജീവന നടത്തരേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് ചൊല്ലു സ്വഹാബ ഈ കാല് വെച്ചിട്ട് എങ്ങനെ ജീവന നടത്തരേണ്ട നിങ്ങൾ കേട്ടാറല്ലേ, ഇത് ആരെ കാല് കൊണ്ടുണ്ട് സ്വഹാബ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നാളെ അല്ലാഹുവിന്റെ മഹ്ശറത്തില് നല്ലതും ബെടക്കടെ തൂക്കടെ തിറാസിൽ വെച്ചിട്ട് അല്ല മീത്ത് ഈ ഒരു കാലമീത്ത് ഒരു ഭാഗത്തിൽ വെച്ചെങ്കിൽ ഉഹുദ് പർവ്വതത്തെ കാണയാറ ദിന്നവുള്ള കാലാണ് സ്വഹാബ. ഉഹുദ് പർവ്വതത്തെ കാണയാറ 12 കിലോമീറ്ററിന്റെ കാണയാറ നീണ്ടു നിൽക്കടെ ഉഹുദ് പർവ്വതത്തെ കണ്ട മുസ്ലിമീങ്ങളുണ്ടല്ലേ. ഉഹുദ് പർവ്വതത്തെ കാണയാറ ദിന്നവുള്ള കാലാണ് സ്വഹാബ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ കാലാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജീവനത്തിൽ അതാ പിഞ്ഞായി മാരകമായ രോഗം വന്നു പോണ്ടു. പല ആളുമാർ ക്യാൻസറിൽ പെട്ട് മരണപ്പെട്ടു പോയ ആളുമാരുണ്ടല്ലേ, പലരും ക്യാൻസർക്ക് ബലിയായ ആളുണ്ടല്ലേ. റബ്ബേ ഷഹീദിന് കൂലി കൊടുക്കണേ അല്ലാ. അങ്ങനത്തെ രോഗത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാരെ കാക്കണം റബ്ബേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുടെ പെഞ്ഞായിമാർ, 2 പെഞ്ഞായിമാർ ഒരു തിങ്ങല്ലേ ഇടല് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ പെഞ്ഞായിമാർ ആ രോഗത്ത് തുത്തായിട്ട് മരണപ്പെട്ടു പോയാറ്. ഇണ്ട് ക്യാൻസറോ ചൊന്നതുപോലെ അണ്ട് ത്വാഊനോ ചൊല്ല രോഗമാണ്. ആ രോഗത്തിന് ചികിത്സയില്ല, മറന്നില്ല. പെഞ്ഞായിമാർ മരണപ്പെട്ടിട്ട് ഒരു തിങ്കൾ കഴിയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദും ആ രോഗം ബാധിച്ചു പോയിട്ട് രോഗം ബാധിച്ചു പോയിട്ട് സ്വഹാബത്തിൽ പല ആളുമാർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കിടത്തത്തിലായവിടെ നോക്കുക പോയാറ്. രോഗിയായ മനുഷ്യന്റെ സന്ദർശിക്കൽ വലിയ കൂലിയുള്ളതാണ്. രോഗിയായ മനുഷ്യന്റെ ഭാഗത്തിൽ അല്ലാഹുവിന്റെ മലായികകളുണ്ടോ. അതുകൊണ്ട് രോഗിയായ മനുഷ്യന്റെ മുട്ട പോയെങ്കിൽ ഖൈറായ പലക മാത്രമുണ്ടോ. ഫഇന്നൽ മലായികത തുഅമ്മിനൂന അലാ മാ തഖൂലൂന. അല്ലാഹുവിന്റെ മലക്കുങ്ങ രോഗിയായ മനുഷ്യന്റെ മുട്ട നിങ്ങൾ എന്തൊരു ചൊന്നെങ്കിൽ അത് കാമീനു ചൊല്ലുടൂ. രോഗിയുടെ മുട്ട പോയി വേണ്ടാത്തത് മുണ്ടൊക്കെ തീരാ, മർച്ചൗത്തുല് പോയിട്ട് വേണ്ടാത്ത പലക്ക വന്നു പോകു തീരാ. ഇണ്ട് മർച്ചൗത്തിലും രാജകീയത്തെ വിഷയ മറിച്ചിട്ട് മയ്യത്ത് ഇതിനിടക്ക് ഒരു മയ്യത്ത് മറിച്ചവിടെ പോയപ്പ സുബ്ഹാനല്ലാഹ് കുറേ ഉസ്താദന്മാരുണ്ട് മരിച്ച ആളിലെ ആ മയ്യത്തിനെ ചുറ്റുള്ള തെച്ചിട്ട് യാസീനോതി ദൂരന്നോട്ടുള്ളാറ്. ഈ മരിച്ച ആളിലെ സ്വന്തം അളിയുണ്ടല്ലോ, അലിയാക്ക പെഞ്ഞായിരെ മൂത്തോണു പറത്തിൽ രാജകീയത്തെ ജോറ് ചർച്ച ബാവ അയല്ല സ്വന്തം അലിയാക്ക മറിച്ചിരെ. നിങ്ങൾ ആഴ്ചനാക്കി നോക്കൂല, പഴയ കാലത്തിൽ ഈ ബജാറിലെ പരിസരത്തിൽ ഈ റായത്തിൽ ഒരാൾക്ക് മരണം സംഭവിച്ചെങ്കിൽ ഈ റായത്തെ ഓരോ ആളുമാരെ മനസ്സുക്ക് പേടി വന്നുകൊണ്ട് എന്ത് ഈമാനാണത്. റായത്തിൽ ഒരാൾ മരണം സ്കൂൾ വിട്ട് പറഞ്ഞ മക്കളിട്ടൊക്കെ ചൊന്നു ഇന്നാറ് അവിടെ ബായാക്കണ്ട കളിക്കണ്ട അവിടെ മരിച്ചിട്ടുണ്ട് റായത്തിൽ എങ്കിൽ ഇണ്ട് സ്വന്തം ഞങ്ങൾ ഔത്തെ മുട്ടത്തെ ഔത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഔത്തിൽ TV വെച്ചിട്ട് സീരിയൽ നോക്കണക്ക് പോലും ഒരു പേടി വേണ്ടില്ല. ഈമാനിലുണ്ടായ ബദലാവണയാണ്. അല്ല നിങ്ങൾ ആഴ്ചനാക്കി നോക്കും, മരണത്തിൽ പാടയില്ല, മരണത്തെ പേടിയില്ലേണ്ട്. എങ്ങനത്തെ മരണവേനെങ്കിൽ ആവട്ടെ സുബ്ഹാനല്ലാ ഞങ്ങൾക്ക് ആ മരിപ്പിടെ പേടിയല്ല, ഒരു വിഷയമേ അല്ല. കബൂറിനെ മുട്ട പോയിട്ട് ഞങ്ങൾ ചർച്ചയാക്കട വിഷയാക്കട മർച്ചൗത്തിൽ മയ്യത്തിരത്തിൽ പോലും ഞങ്ങൾ എന്തിന് പലക്ക വേണ്ടാത്ത വിഷയം ഏത് ചർച്ച വേണമെങ്കിൽ തയ്യാറാണ്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടു, രോഗിയായ മനുഷ്യന്റെ മുട്ട ഒരു മയ്യത്തിരെ മുട്ട നിങ്ങ മീത്ത് പോയാറുണ്ട് കണ്ടെങ്കിൽ ഖൈറല്ലാത്ത പലക്കവൊന്നും നാവുലു ബറകു തീരാ. അല്ലാഹുവിന്റെ മലായികകൾ ആമീൻ ചൊല്ലുടാറ് സ്വഹാബ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടത്തത്തിലായപ്പോ അല്ലാഹുവിന്റെ റസൂൽ പല സ്വഹാബികൾ പോയി കാണുമ്പോൾ തുകു മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുടെ കാലത്തിലാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അധികാരത്തെ കാലത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളൊട്ടിക സ്വഹാബത്ത് പോയിട്ട് ബേജാറിൽ ഇങ്ങനെ രോഗിയെ നോക്കുമ്പോൾ രോഗിയായി കിടത്തത്തിലായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുടു, സ്വഹാബ നക്കൊരു നിക്കാഹാക്കി തരൂ സ്വഹാബ, നക്കൊരു കായം താക്കി തരൂ സ്വഹാബ. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ് മുസ്ലിമേ. കിടത്തത്തിലായ മാരകമായ രോഗം ബാധിച്ചു പോയി, ആ രോഗത്തിന് ചികിത്സയില്ലാണ്ട് കൊന്തിന്നിട്ട് പോലും ഒരു തിങ്കളുടെ ഇടയില് 2 പെഞ്ഞായിമാരെ മരണത്തിന് കാരണമായ രോഗമാണ്. അങ്ങനത്തെ രോഗം പിടിപെട്ടിട്ട് മാരകമായ രോഗത്തിന് ബലിയായിട്ട് കിടത്തത്തിലായ സ്വഹാബി ചൊല്ലു, ഒരു കായം താക്കി തരൂ സ്വഹാബ. ഒരു പെണ്ണുരൊട്ടികളുടെ ജീവനത്തെ കൊതിച്ചിട്ടല്ല മുസ്ലിമേ, ദാമ്പത്യ ജീവനത്തെ സന്തോഷത്തെ അനുഭവിക്കണു വേണ്ടിയല്ല പെണ്ണ്. അല്ലാഹുവിന്റെ റസൂൽ സുന്നത്തായ നിക്കാഹ് ചൊല്ലെ കർമ്മ, അല്ലാഹുവിന്റെ റസൂൽ ജീവനത്തിൽ സുന്നത്തായ നിക്കാഹ്, അന്നിക്കാഹു സുന്നത്തി. ഏത് നിക്കാഹ് നടക്കുന്ന ജാഗിലെ ഉസ്താദന്മാരോതിരെ നിക്കാഹുടെ മുന്നൊരു ഖുതുബത്തിൽ, ആ ഖുതുബത്തിൽ ചൊല്ലെ ഒരു ഹദീസാണ് അന്നിക്കാഹു സുന്നത്തി. അന്നിക്കാഹു സുന്നത്തി, നിക്കാഹ് നന്റെ ചര്യയാൻ, അല്ലാഹുവിന്റെ റസൂല് സുന്നത്താണ്, നടപടിയാണ് നിക്കാഹ്. ആ നിക്കാഹുടെ മഹത്വം അറിഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചൊല്ലു, സ്വഹാബ നാണെങ്കാലും മരണപ്പെട്ടു പോയിട്ട് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂലെ മുന്നോല് പോയി നിൽക്കുമ്പോ തുകൂ മരിക്കട കളികൾ നബി തങ്ങൾ സുന്നത്ത് ജീവനത്തിൽ നഷ്ടപ്പെട്ടു പോയ ആളാവകു തീരാ. മരിക്കട സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലെ ഒരു സുന്നത്ത് ജീവനത്തിൽ നഷ്ടമായി ചൊല്ലെ ബേജാറ് നക്ക് പറകു തീരാ. മങ്ങിലായിട്ടുള്ള ഒരു പെഞ്ഞായിന്നെ ആളായിട്ടല്ലാണ്ട് നാണ് മരണപ്പെട്ടു പോകു തീരാ. അതുകൊണ്ട് നിന്റെ ജീവനത്തിൽ ആ സുന്നത്തും നക്ക് മരിക്കുമ്പത്തുകു വേണു നിക്കാഹാക്കി തറു സ്വഹാബാണ്ട് ചൊന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. മരിക്കയുടെ സന്ദർഭത്തിൽ വെറും ഒരു സുന്നത്ത് ജീവനത്തിൽ ഇല്ലാണ്ടാവണു തീരാണ്ട്. ഇൻഷാ അല്ലാഹ് പെണ്ണികളെ ഭാഗത്തേക്ക് സംഘാടകന്മാർ കവർ തണ്ടാറ്. 4 ബഹുമാനപ്പെട്ട ഏഴുമല സൊഫ്വാൻ തങ്ങളുണ്ട് അല്ലേ, ഇൻഷാ അല്ലാഹ് തങ്ങളുടെ കയ്യിൽ നല്ല ഒരു സംഭാവന നിങ്ങളെ കൊണ്ട് സാധ്യ അവിടെ നല്ല ഒരു സംഖ്യ കൊടുക്കൂ. അള്ളാഹു നിങ്ങളെല്ലാവരുടെ ഹലാലായ മുറാദിൽ അള്ളാഹു ഹാസിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇപ്പം ബക്കേറ്റ് കിടത്തരാറുള്ള അല്ലേ, ഇൻഷാ അല്ലാഹ് നല്ല സംഭാവന കൊടുക്കൂ. സ്വതക്ക ഞങ്ങൾക്ക് വേണ്ട ആഫത്തിനെ തടയിട്, സ്വതക്ക ഞങ്ങൾക്ക് വേണ്ട ബലാഅത്തിനെ മുസീബത്തിനെ തടയിട്. എങ്ങനത്തെ വലിയ അപകടമായെങ്കും അള്ളാഹു ഞങ്ങളെ സലാമത്തരാക്കറ സ്വതക്കത്തിലൂടെ. എനിക്ക് അത്രമാത്രം ഉദാഹരണങ്ങളുണ്ട് ഈ കട്ട് ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ ചൊന്നോട്ട് വന്നേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നാ തുടക്കത്തിൽ ചൊന്നില്ലേ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവനത്തിൽ ഞങ്ങൾക്ക് മാതൃക ഉണ്ട്. ആ റസൂലുള്ളാഹി തങ്ങൾ നിക്കാഹായിട്ട് എന്ത് നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ചില ആൾമാരുണ്ടല്ലേ, ഞങ്ങൾ മങ്ങിലാവിടെ ഇല്ല മരിക്കോളെ ഇബാദത്തെ ചെയ്തേ ചൊന്നുകളുടെ അള്ളാഹുവിൻ്റെ റസൂൽ ചൊന്നു നന്റെ ചരിയല്ലത് മങ്ങിലാവിടെ ഇല്ല, എൻ്റെ മങ്ങിലാവില്ലേ ജോലിയാക്കൊണക്കാവില്ലാണ്ടല്ല അങ്ങ് ചൊന്നി അള്ളാഹുവിൻ്റെ റസൂലിട്ടൊക്കെ ചൊന്നി നബിയെ മരിക്കോളം തങ്ങ ഇബാദത്തിലായിട്ട് ജീവിക്കുന്ന നബിയെ, മരിക്കോളം അള്ളാഹുടെ ഓർത്ത് ജീവിക്കുന്ന നബിയെ. അള്ളാഹുവിൻ്റെ റസൂൽ ചൊല്ല് വേണ്ട, നിങ്ങൾ മങ്ങിലാവണത് നിന്റെ സുന്നത്താണ്. ആ നിക്കാഹുടെ മഹത്വം അറിഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചൊല്ലി മരിക്കണുകായ സന്ദർഭത്തിൽ പോലും ഞാൻ നിക്കാഹില്ലാണ്ട് മരിക്കണു തീറ, മരിക്കുന്ന കളികൾ ഒരു സുന്നത്ത് നിന്റെ ജീവനത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവണു തീറ, നക്കൊരു കായം താക്കി തരുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉള്ളവ അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ സുന്നത്തിനെ പാലിക്കൊണ്ടു ആർക്കാവടും. നിങ്ങൾ നോക്കോറുള്ള ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമഈയത്തുൽ ഉലമായുടെ മഹിതമായ പ്രസ്ഥാനം 100ാമത്തെ വാർഷിക അന്തർരാഷ്ട്രീയ മഹാസമ്മേളനത്തിക്ക് കാസർഗോഡ് ജില്ല സാക്ഷിയാവിടൂ ഇൻഷാ അല്ലാഹ്. ആ സമ്മേളനത്തിക്ക് ബറുബത്തുകൂ ആ ബഹുമാനപ്പെട്ട സമസ്തത്തെ 100 വർഷത്തിൽ ഈ സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കണു വേണ്ടി ഉണ്ടാക്കിയ കനിക്കത്തെ ഈ ആദർശ പ്രസ്ഥാനത്തിൽ കടന്നുപോയ കനിക്കത്തെ മഹാന്മാരെ ചരിത്രം എടുത്തു നോക്കോറൂല. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്
അത്തിപ്പറ്റ ഉസ്താദിനെ ഗൊന്തില്ലാത്ത ആളില്ല. അത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ സുബ്ഹാനല്ലാഹ്, അത്തിപ്പറ്റ ഉസ്താദ് അവസാന വഫാത്താകുമ്പോൾ നോക്കണിന്ത് ഒരു ഭാഗത്തിൽ മാത്ര താടി, കെപ്പയുടെ ഒരു ഭാഗ കാലി കംപ്ലീറ്റ്, ഒരു ഭാഗത്ത് മാത്ര താടി. എൻ്റെ അങ്ങനെ താടിയാവോ കാരണം എന്തോ ഒരു അസുഖം വന്ന്, രോഗം വന്ന്, ഓപ്പറേഷൻ ആക്കണമായിട്ട് വന്ന്. ഓപ്പറേഷൻ ആക്കുമ്പോഴത്തേക്ക് ആ ജാഗിരെ മുടി കംപ്ലീറ്റ് ക്ലീൻ ആക്കരുത് സ്വാഭാവികമല്ല, ഇത് ആർക്കും കൊന്തുള്ള വിഷയമല്ലേ. എത്ര ചെറിയൊരു കിടാവിടെ ഒരു അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ ആക്കണമെങ്കിൽ പോലും ആ ഭാഗത്തുനിന്ന് കംപ്ലീറ്റ് ക്ലീൻ ആക്കട്ടെ, ഇൻഫെക്ഷൻ ആയി പോയി രണ്ടാണ്. എങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ മുഖത്തെ ഓപ്പറേഷൻ ആക്കുമ്പോൾ ആ മുഖത്തിലുള്ള പരിസരത്തുള്ള എല്ലാം മുടി ബടിക്കോ ചെന്നപ്പ അത്തിപ്പറ്റ ഉസ്താദിന്റെ കണ്ണിൽ തന്നെ നിൽക്കടേയില്ല. എന്റെ കാരണം കൊണ്ടുണ്ടാ എന്നെ ഹബീബിയുടെ സുന്നത്തായ താടി പഠിക്കുമ്പോൾ നക്ക് താങ്ങുകാവില്ല. ജീവിതത്തിൽ ബുദ്ധിബന്ധത്തിൽ പിന്നെ ഈ താടിനെ നാ പഠിച്ചിട്ടില്ല. അള്ളാഹുന്റെ റസൂലിന്റെ സുന്നത്ത് ഇത് കണ്ട് അവസാനം അത്തിപ്പറ്റ ഉസ്താദിന്റെ ഇഖ്ലാസും ഈ ആത്മാർത്ഥത, അള്ളാഹിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ ദീന്റെ ഈ വിഷയത്തിലുള്ള എനിക്ക് ഈ ഒരു കണിശതയുണ്ടല്ലേ, ഇത് കണ്ടിട്ട് ഡോക്ടർ ചൊല്ലുക ബേജാറാക്കണ്ട, ബ്ലേഡ് വെയ്ക്കട ജാഗ മാത്രം ഞങ്ങൾ പഠിക്കട, ബാക്കി തൊടില്ലാണ്ട് മുഖത്തെ ഒരു ഭാഗത്തെ ഫുള്ള് പഠിച്ച് ഒരു ഭാഗം മാത്രം താടി. എങ്ങനെ ഒരു മനുഷ്യ ഇങ്ങനെ തെരുളു നടക്കും നോക്കറൂല. ഞങ്ങൾ ചില ആളുമാർ താടി പഠിച്ചപ്പോൾ കാരണം കേട്ടൻ ചൊല്ലേ അത് തെല്ല് കുർദാക്കുമ്പോഴത്തേക്ക് തെല്ല് ബ്ലേഡ് ഇതായി പോയിട്ട് അത് ഏസിക്ക് കാണണ്ട ചൊന്നിട്ട് ഞാൻ ഫുള്ള് പഠിച്ചേറ്റ് നോക്കൂ. നിങ്ങൾ ഏസിക്ക് കാണണ്ട എങ്കിൽ ജീവനത്തിൽ മുഖത്തെ ഒരു സൈഡിൽ മാത്രം ഇത്ര താടി വെച്ചിട്ട് ഒരു സൈഡ് കാലി വെച്ച് നടന്ന മഹാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് ജീവനത്തിൽ നഷ്ടപ്പെട്ടു പോണു തീറാച്ചുളുടെ പേടിലാണ്. അതുപോലെയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് മംഗിലാവിടെ മരണപ്പെട്ടു പോകേണ്ട സന്ദർഭത്തിൽ പോലും നിക്കാഹ് ചൊല്ലത് തപ്പി പോണു തീറാച്ചുളുടെ പേടിയാണ്. അത്രമാത്രം മഹത്വമുള്ള സുന്നത്തായ മംഗില ഇന്റെ എത്ര പെണ്ണുമക്കള് തെരുളായി പോയിട് മുസ്ലിമേ. സുബ്ഹാനല്ലാഹ്, നിന്റെ വാത് നാൻ നീട്ടുകൊണ്ട് പോണ്ടില്ല. എത്രമാ പെണ്ണുമക്കൾ സുബ്ഹാനല്ലാഹ് ഉസ്താദന്മാർക്ക് പ്രസംഗിക്കടെ ധാരാളം ഉസ്താദന്മാർക്ക് അതാ ലെറ്റർ മുഖാന്തര കടലാസ് മുഖാന്തര കടത്തിര് ആരെങ്കിലും ഗീബത്ത് ചൊല്ലുക വേണ്ടിയല്ല, ആരെങ്കിലും കുടുംബത്തിലുള്ള കനിക്കത്തെ നടന്ന വിഷയത്തെ ചൊല്ലുക വേണ്ടിയല്ല. ആ പെണ്ണുമക്കൾ ഉസ്താദന്മാർക്ക് കടലാസിൽ തനുകൊല്ലേ കാരണ എന്തിനെ കൊണ്ടുണ്ട ഈമാനുള്ള ബാലക്കാരാ. ഈ സമുദായത്തിൽ അകതുപോലോത്തെ ഈ സമുദായത്തിൽ ആ പെണ്ണ് അനുഭവിച്ച കനിക്കത്തെ നൊമ്പള ഈ സമുദായത്തിൽ എത്രയോ പെണ്ണുമക്കൾ അനുഭവിച്ചോണ്ടിക്കടാറ്. നിങ്ങളെ വഅദ് മുഖാന്തര ഏതെങ്കിലും ഒരാൾ മീത്ത് നല്ല എങ്കിൽ അങ്ങനത്തെ പെണ്ണുമക്കളെ കണ്ണിട തന്നി വരസണുകത് കാരണമായെങ്കിൽ അത് ഹൈറ് ചൊല്ലിതിരെ വിയർച്ചിട്ട് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, മങ്ങിലായിട്ട് എല്ലാത്തെ വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് നിന്റെ കൂടെ വന്ന ഒരു പെണ്ണുരുട്ടിക എത്ര ബഹുമാനം നിക്ക് വേണു. നിക്കാഹയുടെ സന്ദർഭത്തിൽ ഒന്നാമത് ചൊല്ലിയ വാചക, നിക്കാഹയുടെ സന്ദർഭത്തിൽ ഒന്നാമത്തെ അഗ്രിമെന്റ് കരാർ എന്തിനെ കൊണ്ടുണ്ടാ ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിം ബിഇഹ്സാൻ. അള്ളാഹുടെ തീരുമാന പ്രകാരം നിൽക്കുന്ന നിന്റെ മോളിൽ ഇണയാക്കി നിന്റെ മോളിലെ അല്ലെങ്കിൽ നിന്റെ പെങ്ങളിലെ അല്ലെങ്കിൽ നിന്റെ അധികാരത്തിലുള്ള പെണ്ണിടെ നിക്ക് ഇണയാക്കി തണ്ടത് അള്ളാഹുടെ തീരുമാന പ്രകാരമാണ്. അള്ളാഹ് വ്യഭിചാരത്തെ ഹറാമാക്കിയറ, അന്യ പെണ്ണിടെ മുഖത്തെ നോക്കുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയറ. നിക്കാഹിലൂടെ മാത്രമാണ് അള്ളാഹു അതിനെ ഹലാലാക്കി അനുവദിച്ചിരേ എങ്കിലും നിന്റെ ഈ അധികാരത്തിലുള്ള പെണ്ണിടെ നിൽക്കുന്ന ഇണയാക്കി തൻ്റെ അള്ളാഹുടെ ഖറാർ അനുസരിച്ചിട്ടാണ്. എന്ത് ഇണയാക്കി തൻ്റെ മിൻ ഇംസാകിൻ ബിമഅറൂഫ്, അവളുടെ കൂടെ നല്ല നിലക്കുള്ള ഒരു ജീവന നടത്തുക വേണ്ടിയാണ്. അത് അള്ളാഹു ഒരു നിലക്കും ജീവന നടത്തുക സാധ്യമേ അല്ലാണ്ട് കണ്ടെങ്കിൽ ഔ തസ്രീഹിം ബിഇഹ്സാൻ, ചന്തത്തിൽ നിന്റെ മോളിൽ നീ കൊണവന്ന് നിന്റെ കയ്യിലേൽപ്പിക്കണോ. സുബ്ഹാനല്ലാഹ്, ഈ ഖറാർ ചൊന്നിട്ടു നിന്റെ മോളിൽ നിനക്ക് ഇണയാക്കി തന്നെ സവ്വജുതുക ചൊല്ലുമ്പോ തൂകു ആ കായം താക്കി തന്റെ ബാപ്പയുടെ കണ്ണിൽ തണ്ണി പണ്ട് മുസ്ലിമേ. നിക്കാഹയുടെ സദസ്സിൽ എത്ര ബാപ്പമാര് നിക്കാഹായിട്ട് വീട്ടുകൂടിയിട്ട് നിന്റെ കൈ പിടിച്ചിട്ട് പെണ്ണിടെ ഏൽപ്പിച്ച് തറമ്പൊത്തുകൂ. ആ പെണ്ണിടെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ കണ്ണിൽ
തന്നെയാണ്. പകരം ആണ് പുൽപ്പുടില്ല. ഒരേ ഒരു ആണ് മങ്ങിലായിട്ട് കായന്തായി വീട്ടുകൂടിയിട്ട് പെണ്ണിടെ കൈ പിടിച്ചിട്ട് ഹോല്ലമാ മങ്ങിലത്തെ ദൊമ്പത്യമായി ചിബറബത്തോകൂ പുൽപുട്ടെ ആണ് ഇതിഹാസത്തിലില്ല മുസ്ലിമേ. കാരണം മങ്ങിലാമ്പത്തുക നിക്ക് നഷ്ടപ്പെടുന്നക ഒന്നും ഇല്ല. എങ്കിൽ ആ പെണ്ണുക അതുപോലെയല്ലേ? ആ പെണ്ണ് ഉമ്മയുടെ ബാപ്പടെ വിട്ടിട്ടല്ലേ നിന്റെ കൂടെ വന്നത്? പെണ്ണുടെ കൂടെ പറപ്പുകളായ ആങ്ങളമാരെ പെണ്ണുമക്കളെ സഹോദരിമാരെ വിട്ടു വന്നതല്ലേ? ആ പെണ്ണ് കളിച്ചിട്ട് ബലഞ്ഞ നെരടെ വിട്ടു വന്നില്ലേ? ആ പെണ്ണുടെ റായ വിട്ടു വന്നില്ലേ? ആ പെണ്ണുടെ കുടുംബക്കാരെ വിട്ടു വന്നില്ലേ? ചങ്ങായിമാരെ വിട്ടു വന്നില്ലേ? ആ റായത്തെ വാതാവരണത്തെ എല്ലാത്തെ വിട്ടു നിന്റെ കൂടെ പറയുമ്പോ ആ പെണ്ണുക ഉമ്മ നീണാവണു, ആ പെണ്ണുക ബാപ്പ നീണാവണു, ആ പെണ്ണുക ആങ്ങളെ മാറ് നീണാവണു, ആ പെണ്ണുക ചങ്ങായി മാറ് നീണാവണു. ആ പെണ്ണുടെ മനസ്സുക സന്തോളം അവിടെ എല്ലാം നീ ഒരേ ഒരാളാവണു. അപ്പൊ എത്ര വലിയ ജവാബ്ദാരിക്ക് ഒരാളുക, എത്ര വലിയ ജവാബ്ദാരിക്കും ഈമാനുള്ള മുസ്ലിമീങ്ങള്. എന്നിട്ടത് എല്ലാത്തെ വിട്ടു നിന്റെ കൂടെ വന്നിട്ട് ജീവനം നടത്തുമ്പോത്തു എന്തെങ്കിലും ഒരു യാറൊരു ഒരു പെണ്ണിടെ ഭാഗത്തിൽ പറയുമ്പോത്തു സുബ്ഹാനല്ലാഹ് മരിക്കോള മുഖം നോക്കാല ചൊല്ലെ മാമി ഉണ്ടു, മരിക്കോള നിന്റെ മയ്യത്ത് പോലും അവളുകു കാട്ടുകു തീരാ ചൊല്ലെ ഒരു മാപ്പിളുടെ ബാപ്പമാറുണ്ടു. മോനെ ദുനിയാവിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൻകത്തെ ബേജാറ് നീ അനുഭവിച്ചിട്ടിക്കുവേ. അല്ലാഹുവിന്റെ റസൂൽ എന്തെല്ലാം ബേജാർ അനുഭവിച്ചിട്ട് മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്നിട്ട് പോലും, മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു സ്വഹാബാ, ഈ മുനാഫിക്കീങ്ങളെ നാവിൽ നിന്നിട്ട് നക്കാരെങ്കിലും ഒരാളെ രക്ഷ തണ്ടാറാ. ഈ മുനാഫിക്കീങ്ങളെ ഫസാദിൽ നിന്നിട്ട്, ഈ മുനാഫിക്കീങ്ങളെ വേണ്ടാത്ത പ്രചരണത്തിൽ നിന്നിട്ട് നിന്റെ മനസ്സുകാരെങ്കിലും ഒരു സമാധാന തണ്ടാറ സ്വഹാബ. എന്തിന് നബി തങ്ങൾ മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ നിണ്ട് കേൾക്കണുകൊല്ല? കാരണ അല്ലാഹുവിന്റെ റസൂലെ പിഞ്ഞായി മദീനത്തെ രാജകുമാരി ആയിഷാ ബീബി റളിയല്ലാഹു അൻഹായുടെ മേൽ വ്യഭിചാരത്തെ ആരോപണ പറത്തിയതാ. എത്ര വലിയ സംഭവ! ആയിഷാ ബീബിയുടെ മേൽ വ്യഭിചാരത്തെ ആരോപണ. സുബ്ഹാനല്ലാഹ്. ആയിഷാ ബീവിയുടെ സൂക്ഷ്മത എന്തിനെ കൊണ്ടുണ്ട? ആയിഷാ ബീവിയുടെ തഖ്വ എന്തിനെ കൊണ്ടുണ്ട? ആയിഷാ ബീവിക്ക് അല്ലാഹു റൊട്ടുകളിലെ പേടി എന്തിനെ കൊണ്ടുണ്ട? ആയിഷാ ബീവിക്ക് അല്ലാഹു കൊടുത്ത ഇൽമ എന്തിനെ കൊണ്ടുണ്ട? ആയിഷാ ബീവിക്ക് അല്ലാഹു കൊടുത്ത ഓർമ്മ ശക്തി എന്തിനേട്ട് കൊണ്ടുണ്ട? ഒറ്റ ഒരു ഉദാഹരണമായി ഇന്ന് ലോകത്തിൽ 6 സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥമുണ്ട്. സ്വഹീഹായ 6 ഹദീസിന്റെ ഗ്രന്ഥമുണ്ട്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, സുനൻ അബീ ദാവൂദ, സുനനുൻ നസായി, സുനൻ ഇബ്നു മാജ, ജാമിഉ തിർമിദി. ഈ 6 ഹദീസിന്റെ ഗ്രന്ഥത്തിലുള്ള ആയിരക്കണക്കിലുള്ള ഹദീസിൽ 1/4 ഭാഗ അഥവാ 25%, 25% ഹദീസ് ആയിഷാ ബീവി ഉർത്തി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 6 ഹദീസിന്റെ ഗ്രന്ഥത്തിലുള്ള ആയിരക്കണക്കിനുള്ള ഹദീസിൽ 1/4 ഭാഗ 25% ആയിഷാ ബീവി ഉർത്തി റിപ്പോർട്ടാക്കിയ ഹദീസുകളാണ്. അങ്ങനത്തെ ആയിഷാ ബീവിയുടെ മേല് വ്യഭിചാരത്തെ ആരോപണ വന്നുപോയത് മുനാഫിക്കീങ്ങളാണ് പറത്തിയത്. പക്ഷെ ഈമാനുള്ള ചില സ്വഹാബികം അതിൽ കുടുങ്ങിപ്പോയാറ്. ഈമാനുള്ള ചില സ്വഹാബികം അതിൽ കുടുങ്ങിപ്പോയാർ. അങ്ങ് ബീർചന്ദ്ര കൊന്തുണ്ട ആയിട്ടേക്കു ആയിഷാ ബീവി ഒരു പെണ്ണല്ലേ തപ്പുമിത്ത് ബന്നുപോയിട്ടേക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇടീ റായത്തിൽ പ്രചാരാക്കിയാറ്. ആയിഷാ ബീവി പുൽപുട്ട് കണ്ണിടെ തന്നെ എടുത്തത് അല്ലാഹുവിന്റെ റസൂലുക പോലും താങ്ങുകയില്ല ഇങ്ങനത്തെ ഒരു ബേജാറ്. ചില്ലറുടെ വിഷയമല്ലല്ലോ, ഇത് വലിയൊരു സംഭവമാണ്, വിശദീകരിക്കുക നേരെയില്ല. അവസാനം ആ ചില്ലര സ്വഹാബിങ് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ മേൽ ആരോപണം വന്നപ്പോൾ വിശ്വസിച്ച കനിക്കത്തെ കൊറിയ ചില്ലര സ്വഹാബിങ അങ്ങ് ഹക്ക് എന്തിനേട്ട് ബോധ്യപ്പെടുമ്പോൾ തൗബ ചൊന്നിട്ട് അങ്ങ് മടങ്ങിടാറ്. അങ്ങ് നേരെന്തിനേട്ട് കൊന്താകുമ്പോൾ തൗബ ചൊന്ന് മടങ്ങിടാറ്. ആ കൂട്ടത്തിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹു ചൊല്ലൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ എല്ലാ ചെലവും കൊടുത്തോണ്ടിന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആ മിസ്തഹ് എല്ലാ ചെലവ് കുടുംബത്തെ വേനത് കൊടുക്കുക. തിങ്കൾക്ക് റേഷൻ എന്തിനെ വേണോ ആ ചെലവെല്ലാം അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടേത്. അങ്ങനത്തെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മോലല്ല ആയിഷാ ബീവി. ആ മോല മേൽ വ്യഭിചാരത്തെ ആരോപണ ആ സ്വഹാബി ചൊന്നപ്പ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മനസ്സുകത് താങ്ങില്ല.
ഞാൻ ഇത്ര ചെലവ് കൊടുത്തിട്ട് ആ കുടുംബത്തെ ജവാബ്ദാരിയുടെ ഞാൻ ഏറ്റെടുത്തിട്ട് എന്നിട്ട് പോലും ആ കുടുംബത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ആള് മിസ്തഹ് നന്റെ മോളു ചൊല്ലതിര കാണ വലിയേ അള്ളാന്റെ റസൂലെ പെഞ്ഞായിയുടെ മേല് വ്യഭിചാരത്തെ ആരോപണ ചൊന്തല്ലേ വല്ലാഹി മിസ്തഹുമായിട്ട് എനിക്ക് ഏതൊരു ബന്ധവും ഇനിയില്ല മിസ്തഹരൊട്ടുകൊല്ല ബന്ധത്തെ ഞാൻ നിപ്പാട്ടിയ മിസ്തഹ് നാണിന് ചെലവ് കൊടുക്കില്ലാണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തീരുമാന ചൊല്ലു. ആ സന്ദർഭത്തിൽ അള്ളാന്റെ പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിട് വലാ യഅതലി ഉലുൽ ഫളി മിൻകും വസ്സആ അൻ യുഅഫു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുക്ക് വേണ്ടി ഇറങ്ങിയ പരിശുദ്ധ ഖുർആന്റെ ആയത്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുരോട്ട് അല്ലാഹു കേക്കടെ, ഓ അബൂബക്കർ, എത്ര വലിയ തപ്പ് മിസ്തഹയുടെ ഭാഗത്തിൽ വന്നിട്ടില്ലെങ്കിൽ പോലും മിസ്തഹക്ക് പുറത്തു കൊടുക്കൊണ്ടു നിങ്ങൾക്കാവില്ലേ? നിങ്ങളൊട്ടിക വന്ന യാരൊക്കെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണ്ടേ? ഇത് എന്തൊരു പലക്കല്ലേ! ഖിയാമത്ത് നാള് വരേക്കും എൻ്റെ മുസ്ലിമും, ഖിയാമത്ത് നാള് വരേക്കും എൻ്റെ മുസ്ലിമിക്ക് ഇതിൽ പാഠമുണ്ടു അല്ലേ? ചെറിയ ചെറിയ വിഷയത്തിന് വേണ്ടി കുടുംബ ബന്ധം ഒരുക്കിടങ്ങ, ചെറിയ ചെറിയ വിഷയത്തിന് നിരക്കരുടെ ബാന്ധവ്യത്തെ ഒഴിവാക്കിടങ്ങ, ചെറിയ ചെറിയ വിഷയത്തിന് റായത്തിൽ എന്തെങ്കിലും ഒരു മഹാസഭ നടക്കുമ്പോൾ കമ്മിറ്റിയിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു പോയി ചൊന്നിട്ടു വർഷാണുകട്ടലെ മുഖം നോക്കിയെങ്കിലും സലാമു ചൊന്നെങ്കിലും മടക്കാണ്ട് തിരിഞ്ഞു പോകേണ്ട കനിക്കത്തെ ഒരു വാതാവരണത്തെ സൃഷ്ടിയാക്കിടങ്ങ അറിയണക്ക് വേണ്ടിയിട്ടുള്ള ആയത്താണ് അള്ളാഹു കേക്കടെ. നിങ്ങളൊട്ടിക്ക് വന്ന് യാരക്കൊരു അല്ല നിങ്ങൾക്ക് പുറത്തു തരണ്ടേ? അള്ളാഹു നിങ്ങളൊട്ടിക്ക് എന്തെല്ലാം യാരക്കൊടിയാണ് നിങ്ങളൊട്ടിക്ക് വേണ്ടേ, ഞങ്ങളൊട്ടിക്ക് വേണ്ടേ? അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുർആന് കേക്കടെ, അബൂബക്കറെ നിങ്ങളൊട്ടിക്ക് വേണ്ടേ യാരക്കൊടി അല്ല പുറത്തു പെടണ്ടേ? അല്ല ഉസ്താദെ നാണ് അവനുക്ക് വേണ്ടിയിട്ട് ഇത്തരെല്ലാം ആക്കിയ അവന് നണ്ടിട്ടങ്ങനെ ആക്കിയ ചൊല്ലെ നീന് നിൻ്റെട്ടിക്ക് അള്ളാഹു കേക്കടെ, അല്ല നിക്ക് എന്തെല്ലാം നിഅമത്ത് തന്നറ, അള്ളാഹു നിക്ക് എന്തെല്ലാം സമ്പത്ത് തന്നറ, അള്ളാഹു നിക്ക് എന്തെല്ലാം അനുകൂലത്തെ തന്നറ, എന്നിട്ടും നീ അള്ളാഹുടെ ധിക്കരിച്ചിട്ട് എന്തെല്ലാം ബെടക്ക തപ്പു നിന്നിട്ട് ബണ്ടില്ലേ? അത് അല്ല നിക്ക് പുറത്തു തരണ്ടേ? ഇത് കേൾക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബുൽപുട്ടിട്ട് ഓടിപ്പോയി ചൊല്ലൂല, വല്ലാഹി വല്ലാഹി റബ്ബേ നക്ക് നീ പുറത്തു തരണു. നാ മിസ്തഹരൊട്ടിക്ക് പൊരുത്തപ്പെട്ട് കൊടുത്ത് മിസ്തഹയുടെ അറുകി പിടിച്ച് ബുൽപുട്ടിട്ട് ചൊല്ലു, മിസ്തഹ എന്നെ മാഫാക്കണു, നിങ്ങളെ എല്ലാ ചെലവിടെ ഇണ്ടിൽ പിന്നെ മുന്നിൽ ഞാൻ ഏറ്റെടുത്തതുപോലെ ഞാൻ ഏറ്റെടുത്ത് നിങ്ങളെ എല്ലാ ചെലവും നാണേ തണ്ടേ. അതാണ് പരിശുദ്ധ ഇസ്ലാം. ദാമ്പത്യ ജീവനത്തിൽ നിസ്സാരമായ വിഷയത്തിന് വേണ്ടി പെഞ്ഞായിരട്ടിക ബന്ധം എന്തെങ്കിലും ഒരു യാരക്കൊണ്ടിര ഒരു പലക്കത്തെ വേറിൽ കുടുംബ ബന്ധത്തെ ദാമ്പത്യ ജീവനത്തെ അവസാനിപ്പിക്കുന്ന എത്തരം ആളുമാറുണ്ട്. നിസ്സാരമായ സന്ദർഭത്തിൽ പെഞ്ഞായിര ഭാഗത്തിൽ എന്തെങ്കിലും ഒരു തപ്പ് വന്നിട്ടാകുമ്പോൾ ഇടീ കുടുംബം സേരിട്ട് ആ പെണ്ണിടെ ഒത്തിവയ്ക്കുന്ന എനിക്ക് സന്ദർഭം കൊണ്ടു അള്ളാഹുടെ ഓർക്കണു. നിങ്ങളൊട്ടിക ബന്ധ യാരക്കൊണ്ടിര അല്ല പൊരുത്തപ്പെടേണ്ട പരിശുദ്ധ ഖുർആന് കേൾക്കടേ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലത്തെ സ്വഹാബി അള്ളാൻ്റെ നബിമാരെ കഴിഞ്ഞെങ്കിൽ അള്ളാൻ്റെ നബിമാരെ നന്തര ഒന്നാമത് സ്വർഗത്തേക്ക് പ്രവേശനമുള്ള സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു, പടച്ചോനെ അതേ നക്കിനി പൊരുത്തപ്പെടുന്നു, അതുകൊണ്ട് നാ പൊരുത്തപ്പെട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ പൊറത്തു കൊടുക്കുന്ന മനോഭാവമുള്ള മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ പെടുത്തിട്ട് ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട്